അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 63-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 ഫെബ്രുവരി മാസം 10-ാം തീയതി ദൈവോല്ലാസജമ കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 62 ക്ലാസ്സുകളിലായിട്ട് വെളിപ്പാട് പുസ്തക പഠനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അധ്യായങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല, കാരണം വിവിധ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടുന്നും ഒക്കെ എടുത്ത് പഠിക്കുന്നത് കൊണ്ട് ഇത്ര അധ്യായം വരെ പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ നാം ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളെ നാം വിശകലനം ചെയ്താണ് ചിന്തിക്കുന്നത്. അത് അധ്യായക്രമത്തിലല്ല എന്നുള്ളത് പ്രാരംഭത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത് ഒന്നാമത്തെ കഷ്ടം കഴിയുന്നതിനെക്കുറിച്ചുള്ള ബന്ധത്തിലാണ് നാം ചിന്തിച്ചത്. 3 മഹാകഷ്ടങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ 5-ാമത്തെ കാഹളം, 6-ാമത്തെ കാഹളം, 7-ാമത്തെ കാഹളം എന്നുള്ളത് 3 കഷ്ടതകളാണെന്നുള്ളതിനെ കുറിച്ച് നാം നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൽ 5-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് 1-ാമത്തെ കഷ്ടമാകുന്ന സംഭവിക്കുന്നതിനെക്കുറിച്ചും അതിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുമാണ് നാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അത് 5 മാസത്തെ ദണ്ഡനം ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരുടെ മേൽ ദൈവം പകരപ്പെടുന്നതിനെക്കുറിച്ചും 5 മാസം മരണം ദുഷ്ടന്മാരെ വിട്ട് മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ പഴയ നിയമങ്ങളിലൊക്കെ രാജാക്കന്മാരുടെ ഇന്നയാണ്ട് ഇന്ന മാസം എന്നുള്ള കണക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്ന പോലെ പ്രവചനത്തിലൊക്കെ ഇന്ന മാസം ഇന്നയാണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 32 മാസം കഴിയുമ്പോഴാണ് ആറാമത്തെ ദൂതൻ കാഹളം ഊതുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചിരുന്നു. അപ്പം അതിൽ 6-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത്, അഥവാ 5-ാമത്തെ ദൂതൻ ഊതുന്ന 5-ാമത്തെ കാഹളത്തിൻ്റെ സമയം 27-ാമത്തെ മാസമാകുന്നെന്നും 2 വർഷവും 3 മാസവും കഴിയുമ്പോഴാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം കഴിയുമ്പോഴാണ് ആ ദൂതൻ കാഹളം ഊതുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചത്. ആ കാഹളങ്ങളുടെ ബന്ധത്തിലെല്ലാം 3-1 എന്നുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ശേഷിച്ചിരിക്കുന്ന 15 മാസമാകുന്നെന്നും 15 മാസത്തിൻ്റെ 3-1 5-1 ആകുന്ന 3-1 5 മാസം എന്ന് കണക്കാക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 42 മാസം എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ 15 മാസം ഇനി ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്ത് 27 മാസം, അഥവാ 2 വർഷവും 4 മാസവും എതിർക്രിസ്തുവിൻ്റെ ഭരണം പിന്നിട്ട് കഴിഞ്ഞെന്നും 6-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് 32 മാസം, അഥവാ 2 വർഷവും 8 മാസവും കഴിഞ്ഞെന്നും ഇനിയുള്ളത് ശേഷിച്ചിരിക്കുന്നത് 10 മാസമാകുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിച്ച് നാം മനസ്സിലാക്കിയിരുന്നു. അതേ തുടർന്ന് നാം ഇന്ന് ചിന്തിക്കുന്നത് 6-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അഥവാ 2-ാമത്തെ വലിയ കഷ്ടം എന്താകുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വള്ളി വ്യത്യാസമില്ലാതെ അത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. പക്ഷെ അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുപക്ഷെ നമുക്കത് വ്യക്തമായി എല്ലാം ലഭിക്കത്തില്ലെങ്കിലും ഏകദേശമായിരിക്കുന്ന ഒരു ധാരണ നമുക്ക് അതിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കുവാൻ സാധിക്കും. പക്ഷേ നിരവധി ആൾക്കാർക്ക് വിവിധമായിരിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അത് ഉണ്ടാകുന്നത് കൊണ്ട് പഠനങ്ങൾ തമ്മിൽ പൊരുത്തം കാണത്തില്ല. ഒരുപക്ഷെ പലരും പല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഏതാണോ അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് അത് അംഗീകരിക്കുക. നിങ്ങൾ ഒരുപക്ഷെ നിരവധി വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ പഠനങ്ങൾ, വ്യാഖ്യാനങ്ങൾ കേട്ടവരും ഒക്കെയാണ് എന്നെനിക്കറിയാം. അതല്ലാതെ വെളിപ്പാട് പുസ്തകം ആദ്യമായിട്ട് പഠിപ്പിക്കുകയോ വ്യാഖ്യാനിക്കുകയോ അല്ല. നിരവധി വർഷങ്ങളായിട്ട്, നൂറുകണക്കിന് വർഷങ്ങളായിട്ട് വചന പഠനത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും യോജ്യമാകുന്ന, അംഗീകരിക്കാൻ തക്കതായിരിക്കുന്ന പഠനത്തെയാണ് നാം അംഗീകരിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെല്ലാ പഠനങ്ങളെയും അടച്ചാക്ഷേപിക്കുകയോ കേൾക്കരുതെന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. എല്ലാം കേൾക്കുക, അതിലേതാണോ
ഏറ്റവും നമുക്ക് മനസ്സിലാകുന്നത്, അംഗീകരിക്കാൻ തക്കതായിട്ടുള്ളത്, അതിനെയാണ് നാം അംഗീകരിച്ച് പോകേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കുക. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ കണ്ണടച്ചതിനെ എതിർക്കാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 വലിയ കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ 5-ാമത്തെ ദൂതൻ ഊതുന്ന കഷ്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് നടക്കുന്ന 2-ാമത്തെ കഷ്ടത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മളത് പഠിച്ചു വന്നപ്പോഴുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ 6-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ളത് 19-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. എൻ്റെ അർത്ഥം ഈ 5-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് 6ഉം 7ഉം കഷ്ടങ്ങളുണ്ട്. അതിന് എത്രമാത്രം സമയമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശമായിരിക്കുന്ന ഒരു കാലഗണന നമുക്ക് ഗണിച്ചെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 6-ാമത്തെ കാഹളം ഊതുന്നതിന് ശേഷമായി എതിർക്രിസ്തുവിൻ്റെ ഭരണസമയം കേവലം 10 മാസം മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു കാലത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, കാരണം ഇതിന് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഇനി കാലം ഉണ്ടാകുകയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഏത് കാലമാണ് ഇല്ലാതായി തീരുന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാലത്തെക്കുറിച്ചുള്ളൊരു പഠനം ഇവിടെ നടത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഇതൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നാം കൂടുതൽ ചിന്തിക്കും തോറും നമുക്കതിൽ നിന്ന് കൂടുതലായ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കും. കാരണം ഇത് ഒരു ആഴമേറിയ പുസ്തകമായതുകൊണ്ട് നാം ഇന്ന് പഠിച്ചത് കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുകയല്ല, അതിനേക്കാൾ കൂടുതലായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ഈ വെളിപ്പാട് പുസ്തക പഠനത്തിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 6-ാമത്തെ ദൂതൻ ഊതുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 6-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാകളമുള്ള 6-ാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 6-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ സ്വർഗത്തിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം അത് കുഞ്ഞാടിന്റെ ശബ്ദമാണ്. കാരണം യാഗമായി തീർന്ന കുഞ്ഞാടിന് മാത്രമേ മനുഷ്യനെ രക്ഷിപ്പാനും നശിപ്പിക്കാനുമുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് യേശു രക്ഷകനാണെന്ന് ഇന്ന് നാം പഠിപ്പിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് അവൻ രക്ഷിക്കുക മാത്രമല്ല, അവൻ നശിപ്പിക്കുവാൻ കൂടി, അതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നിത്യനാശത്തെങ്കിലേക്ക് തള്ളിക്കളയാൻ കൂടിയുള്ള അധികാരം യേശു. അതുകൊണ്ടാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും പൂട്ടി താക്കോൽ കൈവച്ചിരിക്കുന്നല്ല എൻ്റെ അർത്ഥം. മരണത്തിലേക്കും പാതാളത്തിലേക്കും പോകുന്നവരെ നിത്യദണ്ഡനമാകുന്ന നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുവാൻ അവൻ്റെ വാക്കിനാണ് അധികാരമുള്ളത്. അവൻ പറയുമ്പോഴാണ് മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് പറയുമ്പോഴാണ് മണ്ണിൽ ചേരുന്ന അതുവരെ പുനരുത്ഥാനം പ്രാപിക്കാത്ത സകല മനുഷ്യ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നപ്പോൾ അവൻ്റെ നാവിൻ്റെ മേലാണ് അധികാരം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരം താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നാം പഠിപ്പിക്കുമ്പോൾ രക്ഷകനാണ്, സ്നേഹമുള്ള ദൈവമാണ്. എന്നാൽ സ്നേഹവാനായിരിക്കുന്ന ദൈവം അവൻ്റെ ജീവൻ തന്ന് രക്ഷയുടെ വഴി ഒരുക്കി തന്നിട്ട് അതനുസരിക്കാതെ അനുസരണം കെട്ടുപോയി പാപത്തിൻ്റെ ശക്തിയായിരിക്കുന്ന മരണത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിൻ്റെ കീഴിൽ അവൻ്റെ അടിമകളായി അതിൽ പെട്ടുപോകുന്ന മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ പ്രത്യക്ഷമായത്. അപ്പോൾ അവൻ ഒന്നാമത് വന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് മുഖാന്തരമായി രക്ഷ പ്രാപിച്ച കോടിക്കണക്കിന് വിശുദ്ധന്മാർ നിത്യജീവനിലേക്കും അതിലും ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഏഴകളാണ് നമുക്കും ദൈവത്തിൻ്റെ സുവിശേഷമാകുന്ന സാത്താൻ്റെ അടിമത്തത്തിൽ നമ്മെ അഴിച്ചെടുക്കുന്ന ദൈവപുത്രൻ പ്രത്യക്ഷനായ പ്രവൃത്തി മുഖാന്തരമായി അവൻ്റെ സാത്താൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവൻ്റെ അടിമത്തത്തിൽ നമ്മളെ വിടുവിച്ചെടുത്ത കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ യാഗത്തിൻ്റെ വിശുദ്ധീകരണത്തിനായി ഇന്ന് രാത്രിയിലും സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ള വചനപ്രകാരം നമ്മിൽ നല്ലത്
നല്ലതും ശ്രേഷ്ഠവുമായ കാര്യങ്ങളെ തികച്ചെടുക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് നിത്യദണ്ഡനം എന്ന ശിക്ഷാവിധിയുണ്ട്. അതിലേക്ക് അവരെ കൊണ്ടുപോകണം. അത് ഇല്ലാതായിത്തീരും. ആകാശഭൂമി കത്തി കഴിയപ്പെടുമ്പോൾ ദുഷ്ടന്മാരെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയണം. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലുള്ള നാശത്തിൻ്റെതായിട്ടുള്ള മനുഷ്യവംശത്തിൻ്റെ നാശത്തിൻ്റെ കാലങ്ങൾ മുമ്പിൽ ഉണ്ടെന്നുള്ളതും ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ എന്നും വിനീതമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം ദൈവം അങ്ങനെ സ്നേഹമായ ദൈവം എല്ലാവരെയും പിടിച്ച് നരകത്തിൽ ഇടുമോ എന്നുള്ള ചിന്ത ഒരുപക്ഷെ നമ്മളെ ഉണ്ടാകും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചല്ലോ, ആ സൃഷ്ടിച്ച മനുഷ്യൻ അവൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ലോകത്തിൽ ജനിക്കപ്പെട്ടത്. അവൻ എന്താ തെറ്റ് ചെയ്തു മനുഷ്യനായി ജനിച്ചതുകൊണ്ട് അവനെ പിടിച്ച് നരകത്തിലിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും പല മനുഷ്യ കോണുകളിൽ നിന്നും ഉണ്ടാകാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ജനിച്ചത്, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതെ എനിക്കൊരു ജന്മം തന്നിട്ട് ഞാൻ പാപം ചെയ്തു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് നരകത്തിലിടുന്നത് ന്യായമായ കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഇവിടെ അതിൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം, ദൈവം ഒരിക്കലും മനുഷ്യനെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഒരു നാളും മനുഷ്യൻ നരകാഗ്നിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി മനുഷ്യ പാപം ചെയ്ത അന്ന് മുതൽ ദൈവം വഴികളെയും തുറന്നു കൊടുത്തിരുന്നു. അന്ന് ദൈവം അവരോട് നേരിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് കയ്യനോട് നേരിട്ട് സംസാരിച്ചത്. ദൈവം അവനോട് സംസാരിച്ചു, വാമൊഴിയെ സംസാരിച്ചു. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് വ്യക്തമായി സംസാരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യനോടും ദൈവം എൻ്റെ മനസ്സാക്ഷിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനെ അവഗണിച്ചു പോകുമ്പോഴാണ്, മനസ്സാക്ഷിയെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും വിചാരിക്കുക ദൈവം സംസാരിക്കാതെ അവൻ സൃഷ്ടിച്ച മനുഷ്യനെ പാപം ചെയ്യുമ്പോൾ എടുത്ത് നരകാഗ്നി ഇട്ട് കളയുന്ന ഒരു സ്നേഹമില്ലാത്ത ദൈവമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ നമ്മെ സൃഷ്ടിച്ചെടുത്തത് നിത്യമനോടുകൂടെ വസിക്കുവാൻ വേണ്ടി അവൻ വഴികളെ തുറന്ന് ദൈവത്തോട് സദൃശന്മാരായി തീരുവാനുള്ള ഭാഗ്യകരമായ വലിയൊരു സൃഷ്ടിയുടെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ജീവൻ തന്നു. നാം പറയാതെ നാം ജനിച്ചെങ്കിൽ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന് തൻ്റെ സ്വന്തം പുത്രൻ അഥവാ ദൈവം തന്നെ മറുവിലയായി തീർന്നു. അതിൽ വിശ്വസിച്ച് നല്ല ജീവൻ നയിച്ചാൽ നരകാഗ്നി രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് സുവിശേഷം. അത് ദൈവം വാമൊഴിയായും വരമൊഴിയായും പറഞ്ഞ ശേഷമായി ന്യായപ്രമാണത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ വചനത്തിൻ്റെ മൊഴിയായി യഥാർത്ഥമായ വചനം വെളിപ്പെട്ടു. തിരുവായി മൊഴിഞ്ഞ വചനം എന്തായിരുന്നുവോ അപ്പോൾ വാമൊഴിയായും വരമൊഴിയായും പറഞ്ഞിരുന്നത് പുതിയ നിയമത്തിൽ അത് വാമൊഴിയായും വരമൊഴിയായിട്ട് മാത്രമല്ല, അത് യഥാർത്ഥമായി പ്രവൃത്തിയായി വെളിപ്പെട്ടു. അവൻ ശരീരത്തിൽ വചനമായിരിക്കും ദൈവം വെളിപ്പെട്ട് മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു അവൻ ക്രൂശിതനായി അവൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നിട്ട് സകല മനുഷ്യർക്കും രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ പറയാൻ കഴിയത്തില്ല ഇത് എനിക്കൊരു വഴി തുറന്നു തന്നിരുന്നെങ്കിൽ ഞാൻ അതിൽ രക്ഷപ്പെടാമായിരുന്നുവെന്ന്. ഇന്ന് ദൈവം തുറന്നു തന്നിരിക്കുന്ന വഴി ഏത് മനുഷ്യനും, ഏത് ഭാഷയിലും, ഏത് വംശത്തിലും, ഏത് വർഗത്തിലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെടുവാൻ യോഗ്യമായിരിക്കുന്ന മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം. അതുകൊണ്ട് ഇതുവരെയും യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ മാർഗത്തിലേക്ക് ആരെങ്കിലും വരാതെ സ്വയമായിട്ടുള്ള ബുദ്ധിമണ്ഡലത്തിൻ്റെ ചിന്തകളിലൂടെ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാനെന്ത് തെറ്റിയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരും തെറ്റിയതിട്ടല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളെ ദൈവം സൃഷ്ടിച്ചു, നാം പാപം ചെയ്തപ്പോൾ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ അനുവാദം നമുക്ക് വേണ്ടി ദൈവം രക്ഷയുടെ വഴി ഒരുക്കിയപ്പോൾ രക്ഷ ഒരുക്കി തന്ന ദൈവത്തെ നാം അനുസരിച്ച് ജീവൻ പ്രാപിക്കാൻ വഴിയൊരുക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ മാത്രമാണ് സുവിശേഷം അറിയിക്കുന്നത്. ആ മാർഗത്തെ അതിനെ അംഗീകരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനെ അംഗീകരിക്കാതെ ദൈവിക പ്രവർത്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വലിയ ഒരു കാലഘട്ടമായിരിക്കും ഇത് ക്രിസ്തുവിൻ്റെ ഭരണസമയം. ഒന്ന്, സുവിശേഷത്തിനോ ദൈവവചനങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ പാപത്തിൻ്റെ വലിയ കൊടുമുടിയിൽ, പാപപ്രവൃത്തിയുടെ വലിയ അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വലിയ കഷ്ടതകളെ ഭൂമിയിലേക്ക് അയക്കുന്നത് മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. ഏതെങ്കിലും വിധത്തിൽ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം കഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ കഷ്ടങ്ങൾ കഴിയുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളത്
തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് യഥാർത്ഥത്തിൽ ദുഷ്ടരെന്നുള്ളത്. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഓരോ സമയത്തും ഒരുക്കുന്ന സമയങ്ങളിൽ ദൈവം വഴികൾ തുറന്നു കൊടുത്ത് മനുഷ്യനെ കഷ്ടത കൊടുക്കുമ്പോഴും ദൈവം അവനെ രക്ഷിപ്പാനുള്ള വഴികൾ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ അത് ഇഷ്ടപ്പെടാതെ താൽക്കാലികമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പാപ മ്ലേച്ഛതകളിൽ രസിച്ചുകൊണ്ട് അവർ അതിൽ ജീവിക്കുന്നതുകൊണ്ട് ദൈവശബ്ദത്തെ കേൾക്കുവാനോ തിരിച്ചറിയുവാനോ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ലോകത്തിൽ വന്നു ഭവിക്കുന്നതെന്നും ഇന്ന് രാത്രിയിൽ വ്യക്തമായി മനസ്സിലാക്കണമേ എന്നും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അപ്പോൾ 6ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാളമുള്ള 6ാം ദൂതനോട് യൂപ്പറത്തോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഈ 4 ദൂതന്മാർ ആരാകുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവരെ ബന്ധിച്ച് അവിടെ ഇട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അവർ ദുഷ്ടന്മാരോ ആണെന്നുള്ളതല്ല രീതിയിലല്ല. ഇത് വിചാരിക്കുന്നത് ദുഷ്ടദൂതന്മാരെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു, അവരെ അഴിച്ചുവിടുന്നു. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അതല്ല. ഇവിടെ നമ്മളത് ശരിയായ രീതിയിലൊന്ന് വ്യാഖ്യാനിച്ചു പോയാൽ, ഞാനിതിൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, പഠനമല്ല, പഠനത്തിന് തെളിവുകൾ വേണം. അഭിപ്രായം അനുസരിച്ച് ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായത്, ഈ 4 ദൂതന്മാർ ആരാകുന്നു? യൂപ്പർത്തോസ് എന്ന നദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാർ എന്ന് പറഞ്ഞൊരർത്ഥം, അവർ ബന്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവരെ പ്രവർത്തിക്കാതെ അവരെ നിഷ്ക്രിയരാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതല്ലാതെ അവർ തെറ്റ് ചെയ്തിട്ട് അവരെ ബന്ധിച്ചിട്ടിരിക്കുക. അങ്ങനെ പാപം ചെയ്ത ദൂതന്മാരെ ഒരിക്കലും യൂപ്പർത്തോസ് എന്ന നദി തീരത്തല്ല ദൈവം ബന്ധിച്ചിരിക്കുന്നത്. ദൈവം അപ്പോൾ തന്നെ പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ച് അവരെ നരകത്തിൽ അന്ധതമസ് ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് അറിയാം. പുരാതന ലോകത്ത് പാപം ചെയ്ത ദൂതന്മാരെ അന്നുള്ളവരെല്ലാം ദൈവം ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ അത് ദുഷ്ടദൂതന്റെ ആകാശത്തിലെ സൈന്യമായിട്ട് അവർ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ അല്ല ഇവിടെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ആരെ ആകുന്നു എന്നുള്ളതും ചോദ്യം വരും. അപ്പോൾ നമുക്ക് ഈ 4 ദൂതന്മാരെ ബന്ധിച്ചിരിക്കുമ്പോൾ അവരെ നിഷ്ക്രിയരായിട്ട് പ്രവർത്തിക്കാതെ ദൈവം നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരർത്ഥം അവർക്ക് ശക്തിയുള്ളവരാണ്, ദൈവത്തിന് ഉദ്ദേശമുള്ളവരാണ് അവരെ അവിടെ നിർത്തിയത്. അപ്പോൾ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശമായ ഒരു ചിന്ത ഞാൻ തരാം. അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കണമെന്നോ പറയുന്ന കാര്യങ്ങൾ അത് വചനപരമായിട്ട് തെളിവാണെന്നോ ഞാൻ സമർത്ഥിക്കത്തില്ല. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനൊരു തെളിവ് നൽകുവാനായിട്ട് ഞാൻ കഥാൽ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് വശത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവം ചില കെരൂബുകളെ നിർത്തിയതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 24, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജാലയുമായി നിർത്തി. അവിടെ നിർത്തിയത് ഈ ഏദൻ തോട്ടത്തിന്റെ ജീവന്റെ വൃക്ഷബലത്തിലേക്ക് മനുഷ്യൻ എത്താൻ പാടില്ല. ആ വഴിയെ മറച്ചുകൊണ്ടാണ് നിന്നത്. അതിനെ ചെല്ലാൻ പാടില്ലാത്ത രീതിയിൽ നിർത്തി. എന്നാൽ ഈ ദൂതന്മാരുടെ ഇപ്പോൾ ഏദൻ തോട്ടം ഭൂമിയിലില്ല. അത് ജലപ്രളയത്തോടു കൂടി ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള അത് ഇറങ്ങിപ്പോയതുകൊണ്ട് ഏദൻ തോട്ടത്തെ കാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അന്ന് കാത്തുകൊണ്ടിരുന്ന ദൂതന്മാർ, അവരെ നമുക്ക് ചിന്തിക്കുമ്പോൾ അവരെ 4 ദൂതന്മാരുള്ള ബന്ധത്തിൽ നമ്മളിവിടെ ചിന്തിച്ചാൽ അവർക്ക് പിന്നീട് അവിടെ ഒരു ജോലിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് നിഷ്ക്രിയരായിത്തീരുകയാണ്. അവർക്ക് അതുവരെയും ഒരു ദൗത്യമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൻ്റെ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി അവരെ അവിടെ തിരിയുന്ന വാളിൻ്റെ ജാലയുമായിട്ട് അവരെ നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഏദൻ തോട്ടം പുരാതന കാലത്തുണ്ടായ ജലപ്രളയത്തോടു കൂടി ഭൂമിയുടെ അധോഭാഗത്തേക്ക് പോയി അത് ആശ്വാസം പ്രാപിച്ചപ്പോൾ അതോടുകൂടി ഈ ഏദൻ തോട്ടവും ജീവവൃക്ഷവും അല്ലെങ്കിൽ അറിവിൻ്റെ വൃക്ഷവും എല്ലാം അതോടുകൂടി അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ദൗത്യം ചെയ്തുകൊണ്ടിരുന്ന ദൂതന്മാർ, അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല, അപ്പോൾ അവർക്ക് യൂപ്പർത്തോസ് എന്ന അടുത്താണ് ഏദൻ തോട്ടം. അപ്പോൾ അവരുടെ ദൗത്യം അവിടെ പിന്നീട് അതില്ലാത്തത് കൊണ്ട് അവരെ ബന്ധിച്ചിരിക്കുന്നു. പക്ഷേ ദൈവം അവരെ നിർത്തിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിർത്തിയത്, ആ ദൗത്യം അത് പൂർത്തീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ അവരെ നിഷ്ക്രിയരായിട്ട് 4 ദൂതന്മാരെ അവിടെ നിർത്തിയവരിൽ
അവരോടുള്ള ബന്ധത്തിൽ ആയിരിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൂതന്മാർ എന്നുള്ളത് നാം ചിന്തിക്കാമെങ്കിൽ അതിന് ഏകദേശം ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അതല്ല മറ്റൊരു രീതിയിലാണെങ്കിലും നമുക്കതേക്കുറിച്ച് എതിർപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏകദേശം ഒന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ തക്കവണ്ണം നിഷ്ക്രിയരായി നിൽക്കുന്ന 4 ദൂതന്മാർ അവിടെ ദൗത്യവരായിരുന്നു. അതിലേക്ക് അടുപ്പിക്കാതെ അവർ കാവൽ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ദൈവം അവരെ നിഷ്ക്രിയരായിട്ട് ഈ 4 ദൂതന്മാരെയും പുരാതന ലോകത്തിൻ്റെ സമയത്ത് വെള്ളപ്പൊക്കത്തിൽ ഈ പറയുന്ന ഏദൻ തോട്ടം ഭൂമിക്ക് കീഴിലേക്ക് അധോഗതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവരെ 4 പേരെയും യൂഫ്രട്ടീസ് എന്ന നദീതീരത്ത് അഥവാ ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്തായി ഇവരെ നിഷ്ക്രിയരാക്കി നിർത്തിയിരിക്കുന്നത് ഈ 6ാമത്തെ ദൂതൻ ഊതുന്ന സമയത്തേക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ അത് ദുരുപദേശമോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ തെറ്റിച്ച് കളയുന്നൊന്നുമല്ല. അത് നമുക്ക് ഏകദേശം ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് അംഗീകാരയോഗ്യമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പം ഇതേക്കുറിച്ച് ഇന്നാണ് ഇതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ അതായിരിക്കാം ഈ 4 ദൂതന്മാർ എന്നുള്ളൊരു ചിന്ത വന്നത്. അത് നിങ്ങളുടെ മുമ്പാകെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ അത് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ പ്രധാന ദൗത്യം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ, ജീവവർഷം കാണിക്കുന്ന ക്രിസ്തുവിനെയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവവൃക്ഷമാകുന്ന ജീവന്റെ ഫലമാകുന്ന ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നവരെ കൊന്നുകളയാൻ വേണ്ടിയാ വാളുവാൻ നിർത്തിയിരുന്നത്. അപ്പോൾ അന്ന് മനുഷ്യൻ അവിടേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ അവർ കാവൽ ചെയ്തുകൊണ്ടിരുന്നു. ആ ദൗത്യം തീർത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരാത്തവരെ നിഗ്രഹിച്ചു കളയാനുള്ള അധികാരം ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അവരെ പ്രവർത്തന സജ്ജമാക്കി അവരുടെ കീഴിലുള്ള ദൂത സഞ്ചയങ്ങളെ സജ്ജമാക്കിക്കൊണ്ട് 6ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്നതിനെ കുറിച്ചാണ് 6ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന കുഞ്ഞാടാണ് അവിടെ ആ ശബ്ദം പുറപ്പെടുക. അത് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ കാണിക്കുന്നത്, യാഗപീഠത്തെ കാണിക്കുന്നത് ക്രിസ്തു യാഗമായി തീർന്നു. അവനാണ് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് സംസാരിക്കുന്നത്. മനുഷ്യവംശത്തിന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ യാഗപീഠത്തെയാണ് സ്വർഗത്തിലെ യാഗപീഠം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദം കുഞ്ഞാടിൻ്റെ ശബ്ദമാണ് എന്ന് ഇവിടെ നമ്മൾ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, ഇവരെ അഴിച്ചുവിടുമ്പോൾ ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്കൊരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനുഷ്യരിൽ 4/1 4 ബാധകളാൽ കൊന്നുകളയുന്നതിനെ കുറിച്ച് 4ാമത്തെ മുദ്രയുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. 4ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അവിടെ 4 ബാധകളാൽ മനുഷ്യരിൽ 4/1 കൊന്നുകളയുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു. അതിനുശേഷമായി 6ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് 5ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് 5 മാസം മരണം ഇല്ലാത്ത ഒരു കാലഘട്ടം, അഥവാ ദുഷ്ടന്മാർ, ദൈവത്തിന് മുദ്രയില്ലാത്തവർ മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന സമയത്ത് മരണം വരെ വിട്ട് മാറിപ്പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ആ സമയത്ത് അവർ മിടുക്കരാണെന്ന് വിചാരിച്ചത്, ഇങ്ങനെയുള്ള മരുന്നൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഇഞ്ചക്ട് ചെയ്ത് മരണത്തെ ഞങ്ങൾ വെല്ലുവിളിച്ചു, മരിക്കത്തില്ല എന്നൊക്കെ ഈ ദിവസങ്ങളിൽ പലരും പറയും. പണ്ടത്തെ മാറ്റിവിടുന്ന, മനുഷ്യന് യുവത്വം കണ്ടെത്തുന്ന, മനുഷ്യനെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ ആയുസ്സിനെ മറികടക്കുന്ന യുവത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നാലെയൊന്നും ദൈവമക്കൾ പോകരുതെന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് അത് മതി, അത് ദീർഘിപ്പിച്ചൊന്നും പോകണ്ട. 70, ഏറിയ 80, മാക്സിമം 120 അത് മതിയല്ലോ. നമ്മുടെ കർത്താവിന് എടുക്കപ്പെടണം. അപ്പം ഇങ്ങനെയുള്ള കണ്ടുപിടുത്തമൊക്കെ വരും. യുവത്വം തരാം, അല്ലെങ്കിൽ മനുഷ്യന് പഴയതിലേക്ക് മടങ്ങിപ്പോകാം, യുവത്വം പ്രാപിക്കാൻ സാധിക്കും, മരണത്തെ മാറ്റി നിർത്താമെന്നൊക്കെയുള്ള മെഡിസിനുകളും കണ്ടുപിടുത്തങ്ങളും വരും. ഇനി നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ വലിയ കൊതിയും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ എതിര് പറയത്തില്ല, ഞാനത് ഒന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ യുവത്വം നിലനിർത്താൻ വേണ്ടി പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുക, ഒരു നാൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടേ മതിയാകുകയുള്ളൂ. നീ എവിടെ പോയി ഒളിച്ചാലും, നീ ഏത് ഇഞ്ചക്ഷൻ എടുത്ത് നിന്റെ ജീവിതത്തെ യുവത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാലും ഒരുപക്ഷെ സാധിച്ചെടുക്കാം, അത് സാധ്യമായി തീരാം, അത് സാധിക്കും. ഇന്ന് മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് യുവത്വം കഴിക്കണമെന്നാ, അല്ലേ? എല്ലാവർക്കും പ്രായം ആകുന്നത് ഇഷ്ടമല്ല, യുവത്വം കൈവരിക്കണമെന്ന. അപ്പം ആ ഒരു ടെൻഡൻസിയിലേക്ക് വരുമ്പോൾ
പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇതൊക്കെ സാധ്യമായി തീരും. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് യുവത്വം നേടിയിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ദൈവനിഷേധികളായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം പറയും, നീ ജീവിക്കാൻ വേണ്ടി കൊതിച്ചില്ലേ, നീ ആഗ്രഹിച്ചില്ലേ, മരിക്കാൻ വേണ്ടി നീ കൊതിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 മാസം മരണം വരെ വിട്ടു മാറിപ്പോകുന്നത്. അപ്പം അതിനുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വരും കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, രാത്രിയിൽ വളരെ ശാന്തമായി നാം ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നതിന് അതിലൊന്നും വിട്ടുപോകണ്ട. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നമ്മളെ തന്നെ സമർപ്പിക്കുക. ആയുസ് ദീർഘിപ്പിക്കുന്ന മരുന്നിന് വേണ്ടിയോ യുവത്വം നിലനിർത്താൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെയോ പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഉപദേശം. നമുക്ക് തന്നിരിക്കുന്ന സമയവും പ്രായവും ഒക്കെ അത് ദൈവം തന്നിരിക്കുന്നതാ. ആയുസ്സിന് വേണ്ടി ആഹാരം കഴിക്കണം, നമ്മൾ മരുന്ന് കഴിക്കണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ യുവത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരാമെന്നോ ആയുസ് ദീർഘിപ്പിക്കാമെന്നോ പറഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും വിദ്യകളോ ശക്തികളോ പരിശ്രമങ്ങളോ വരികയാണെങ്കിൽ കഴിവതും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നും ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് വന്നപ്പോൾ വാക്സിനേഷൻ നമ്മളെടുത്തു. നമ്മുടെ ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടിയല്ല അതെടുത്തത്. തന്നിരിക്കുന്ന ആയുസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടി നമ്മളെടുത്തത്. മരുന്ന് കഴിക്കരുതെന്നല്ല, നാം നല്ല ആഹാരം കഴിക്കരുതെന്നല്ല. നമുക്ക് മനസ്സ് എപ്പോഴും യുവത്വമായിരിക്കണം. നമ്മുടെ ശരീരം ബലഹീനമായി തീരും. കഥ പറഞ്ഞു, ശരീരം ബലഹീനമാണ്. അത് ശരീരം മണ്ണിനോട് ചേരാനുള്ളതാ, മർത്യമായിട്ടുള്ളതാണ്. അത് അമർത്യത്തെ ധരിക്കണം. ഈ ശരീരം നാം എന്തെല്ലാം ചെയ്താലും ഒരു നാൾ ഇവിടുന്ന് കഥ വരുമ്പോൾ അത് രൂപാന്തരപ്പെടണം. അതല്ലെങ്കിൽ ചീഞ്ഞ് മണ്ണോട് ചേരേണ്ടതാണ്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള ആഗ്രഹമായിരിക്കണം ആത്മീയ ഗോളത്തിലുള്ള ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. ഞാനിന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളോട് പറയാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ നല്ല സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. നല്ല ആഹാരം കഴിക്കുന്നു, നല്ല സ്ഥലത്ത് താമസിക്കുന്നു, റിലാക്സ് ചെയ്യുന്നു, ഒക്കെ ഈ ലോകത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നാം നിലനിൽപ്പിനും നിത്യതയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി നാം ചെയ്യേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം നാം ഭക്ഷിക്കണം, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യണം. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നാം ജീവിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നാം ഈ ദിവസങ്ങളിൽ നേടിയെടുത്തെങ്കിൽ മാത്രമേ നിത്യമായിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അതല്ലേ ലോകത്തിലുള്ള എല്ലാവരും ഓടി നടക്കുന്നതിന് വേണ്ടിയല്ലേ, സുഖവാസസ്ഥലങ്ങൾ ഓടി നടക്കുന്നതിന് വേണ്ടിയല്ലേ, മനുഷ്യൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നതിന് വേണ്ടിയല്ലേ, ഏറ്റവും ശ്രേഷ്ഠകരമായ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയല്ലേ. അതൊക്കെ വേണം പ്രിയപ്പെട്ടവർ. അങ്ങനെ ഈ ലോകത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആത്മീയ ലോകത്തിലുള്ള ദൈവമക്കൾ മറന്നു കളയരുത്. നിത്യജീവന്റെ മൊഴികളെ മറന്നു കളയരുത്. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനവും നമ്മെ പരിപോഷിപ്പിച്ചെടുക്കുന്ന പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചുകൊണ്ട് ദിവസങ്ങളിൽ മുന്നേറണം. കാരണം നാം നിത്യതയിൽ നിത്യമായി എന്നേക്കും ദൈവത്തോടുകൂടെ വസിക്കാനുള്ള സൗഭാഗ്യകരമായിരിക്കും നിത്യയുടെ സമയമുണ്ട്. ബാക്കിയുള്ളതൊക്കെ 2 ദിവസം 3 ദിവസം അത് കഴിയുമ്പോൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ അവിടുന്ന് മടങ്ങിപ്പോകേണ്ട എത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ആഹാരം, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ കൈവശം വെക്കുന്നതല്ല, നമ്മളത് ഉപയോഗിക്കുന്നതല്ലതാ. പക്ഷേ നമ്മുടെ അത്യധികമായിരിക്കുന്ന ലക്ഷ്യം നിത്യജീവനെക്കുറിച്ചും നിത്യതയിൽ ക്രിസ്തുവോടുകൂടി വാഴേണ്ടതിനുമാകിയാൽ ദിവസങ്ങളിൽ അതിനു വേണ്ടി ആയിരിക്കണം നാം പ്രയത്നിക്കുന്നത്. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ മറുഭാഗത്ത് ലോക ജീവിതത്തിൽ ഏതു വിധത്തിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭൂമി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ചന്ദ്രനിലോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലോ പോയി ജീവിക്കാമെന്നുള്ള ചിന്തയോടുകൂടി മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ചിന്തിച്ചുകൊള്ളുക, അതേ യുവത്വം മനുഷ്യൻ കൈവശമാക്കും, ആയുസ്സിനെ മനുഷ്യൻ ദീർഘിപ്പിക്കുവാൻ പരിശ്രമിക്കും. ഒരു പരിധിവരെ ദൈവം അനുവദിച്ചു കൊടുക്കുന്ന കാലഘട്ടം വരാൻ പോകുക. പക്ഷേ നീ ജയഘോഷം കൊള്ളരുത്. ശാസ്ത്രമേ പൈശാചിക ശക്തികളോടുള്ള ബന്ധത്തിൽ രാത്രി ഞാൻ പറയുന്നത് ഒന്നും ദൈവത്തിന് വിരുദ്ധമാണെന്നോട് പറയരുത്. ഞങ്ങൾ മരണത്തെ മാറ്റിവിട്ടു, ഞങ്ങൾക്ക് യുവത്വം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചു പോകരുത്. വരാൻ പോകുന്ന അതിനേക്കാൾ വിനാശകരമായ കാലമാ. മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം ലോകത്തിൽ വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനു മുമ്പുള്ള വ്യഗ്രത,
മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കാരണം ഈ ലോക ജീവിതത്തിൽ അവൻ സന്തോഷത്തോടെ ജീവിക്കാമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി ഓടുമ്പോൾ ഇതെല്ലാം താൽക്കാലികമാണെന്നും ഒരു ദിവസം ഇവിടുന്ന് നാം എല്ലാവരും ഗുഡ് ബൈ പറയേണ്ടവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് തന്നിരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ ഉപദേശപ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവം തന്നിരിക്കുന്ന ആയുസിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷൻ പോലും ഇല്ലാതാക്കി കളയാൻ സാത്താന് കഴിയത്തില്ല. ദൈവം അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവം നമ്മളെ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിപ്പിക്കാൻ ദൈവവിശ്വാസം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം വരുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന മാണ്ട് മാസം ദിവസം നാഴികയ്ക്ക്. നമുക്ക് 4ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉള്ള സമയത്തെക്കുറിച്ച് അറിയാം. പാതാളവും നരകവും അന്ന് ആർത്തിയോടെ മനുഷ്യജീവിതങ്ങളെ അന്ന് കൂട്ടിക്കൊണ്ടുപോയി. കാരണം ഒരുപാട് കഠിന ഭാവികൾ മരിച്ചപ്പോൾ അവർക്ക് പിന്തുടർന്ന് കൊണ്ടുപോകത്തക്കവണ്ണമുള്ള ബാധകളാണ് അയച്ചത്. അതിനുശേഷം 5 മാസത്തേക്ക് നരകത്തിലേക്കോ പാതാളത്തിലേക്കോ ഒരൊറ്റ വ്യക്തികൾ പോലും പോകാത്ത ഒരു കാലഘട്ടം വരും. ഇപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പാപികളായിട്ടുള്ളവർ അധമ പാതാളത്തിലേക്കും കഠിനഭാവികളായിട്ടുള്ളവർ നരകത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ 5ാമത്തെ ദൂതൻ കാഹളമൂതുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ 5 മാസം മരണം ദുഷ്ടന്മാരെ പാപികളെ കിട്ട് മാറിപ്പോകുന്നതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ നരകത്തിലേക്കും പാതാളത്തിലേക്കും ആത്മാക്കൾ ചെല്ലാത്ത ഒരു കാലഘട്ടമാണ് 5 മാസം. അതിനുശേഷം 6ാമത്തെ ദൂതൻ കാഹളമൂതുന്ന സമയത്ത് ഈ സംഭവിക്കുന്നത് മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ദൈവം ഒരു ദിവസം, ആണ്ട്, മാസം, ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളതേക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഏത് ആണ്ടായിരിക്കും, എത്ര മാസമായിരിക്കും, എത്ര ദിവസമായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചത് നാഴികയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന ആണ്ട്, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ദൂതന്മാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതേക്കുറിച്ചുള്ള ഏകദേശം ഒരു വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന് 32ാമത്തെ മാസം ആരംഭിക്കുമ്പോഴാണ് ഈ 6ാമത്തെ ദൂതൻ ഊതുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭരണമാകുന്ന 2ാം വർഷം 8ാം മാസം 1-ാം തീയതി ഒരു സമയത്താണ് ഈ പറയുന്ന 6ാമത്തെ ദൂതൻ ഊതുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 2ാം വർഷം 2ാം ആണ്ട് 8ാം മാസം 1-ാം ദിവസം ആരംഭിക്കുന്ന അന്നാണ് ഇവരെ അഴിച്ചുവിട്ട് ഈ പറയുന്ന നാശം ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നാഴിക എന്ന് പറയുമ്പോൾ ഒരു പുറപ്പെട്ടു വരുന്ന, അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും. ഇപ്പോഴത്തെ ഗ്രീഗോറിയൻ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയവും ഭാഷകളും വിവിധ സമയങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സമയങ്ങൾ തമ്മിൽ, പല രാജ്യങ്ങൾ തമ്മിൽ മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്കറിയാം UAE ആയിട്ട് 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഇന്ത്യ സമയത്തിനുണ്ട്, 2.5 മണിക്കൂർ കുവൈറ്റിനുമായിട്ടുണ്ട്, 5.5 മണിക്കൂർ UK-യുമായിട്ടുണ്ട്, അമേരിക്കയുമായിട്ട് 10-11 മണിക്കൂർ വ്യത്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയ വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന ആണ്ട്, മാസം, ദിവസം? നമുക്കറിയാം ആണ്ടുകൾ എല്ലാവർക്കും ഒരുപോലെയാണ്, മാസവും ഒരുപോലെയാണ്. ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ദിവസവും നാഴികയും മാറുന്ന ഒരു കാലഘട്ടമാണ് ജീവിക്കുന്നത്. എന്നാൽ നോഹയുടെ കാലം പോലെ ഒരു കാലം വരുന്ന ആ സമയത്തേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു ഭാഷ മാറുന്നത് ഏകലോക ഭാഷ എന്ന് വരും. ഏകലോക ഭരണത്തിലേക്ക്, യേശുക്രിസ്തു ഭരണത്തിലേക്ക് വരും. അപ്പോൾ മനുഷ്യർക്കെല്ലാം സംസാരിക്കുന്ന ഒരു ഏകലോക ഭാഷ മനുഷ്യൻ കണ്ടുപിടിക്കും. അതിന് താമസിയാതെ മനുഷ്യർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് ലോകം മാറും. ഏകലോക ഭരണ സംവിധാനത്തിലേക്ക് മാറും. അതുപോലെ ഏകലോക സമയ വ്യവസ്ഥിതിയിലേക്കും ലോകം മാറും. കാരണം എന്താണ് നമ്മൾ ചിന്തിച്ചിരുന്നു, അത് ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും എന്നുള്ള വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ദൈവം ആകാശശക്തികളെ, സൂര്യനെ ചന്ദ്രനെയൊക്കെ 3/1 ഇരുണ്ടു പോകുമ്പോൾ 16 മണിക്കൂർ നീണ്ട രാത്രികളും 8 മണിക്കൂർ കേവലം പകലുമായി കഴിയുമ്പോൾ ഈ പറയുന്ന പകലിൻ്റെ സമയം കുറയുന്നത് കൊണ്ട് സമയത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ സമയം ആവശ്യമില്ല. അപ്പോൾ ഏകലോക സമയ വ്യവസ്ഥിതി ലോകത്തിൽ കൊണ്ടുവരാനായിട്ട് സാധാരണ കഴിയും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഏകദേശം നമുക്കറിയാമല്ലോ, ഏകദേശം ഈ പറയുന്ന 4 മണിക്കൂറിൻ്റെ വ്യത്യാസം വരുമ്പോഴത്തേക്ക്
വലിയ ഒരു അന്തരം ലോകത്ത് വരുന്നതുകൊണ്ട് ഏകദേശം ഒരു ഒരു സമയ വ്യവസ്ഥിതി ഇവിടെ എതിർ ക്രിസ്തുവിന് ഭരണസമയത്ത് വരുന്നതുകൊണ്ടാണ് ഇന്നയാണ്ട് മാസം ദിവസം നാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത് പറയാൻ കഴിയത്തില്ല. ഇന്നയാണ്ട് ഇന്ന മാസം ഇന്ന ദിവസം ഇന്ന നാഴിക എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇന്നയാണ്ട് ഇന്ന മാസം ഇന്ന ദിവസം ഇന്ന നാഴികയ്ക്കെന്ന് പറയും. ഇപ്പോൾ കർത്താവിൻ്റെ വരവിനോട് എടുക്കുമ്പോഴും നാളും നാഴികയും അറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ കുറിച്ച് പറയുമ്പോൾ ആ നാളും നാഴികയല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കത് അറിയത്തേയില്ല. ഏത് ആണ്ടെന്നറിയത്തില്ല, ഏത് നാളെന്നറിയത്തില്ല, ഏത് മാസം എന്നറിയത്തില്ല, ഏത് ദിവസം എന്നറിയത്തില്ല, ഏത് നാഴിക എന്നറിയത്തില്ല. എന്നാൽ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് നാളും നാഴികയുമാണ് അറിയാതിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണമേ. പക്ഷേ സാധാരണ രീതിയിൽ ഉള്ള ഒരു ചിന്ത അനുസരിച്ച് കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ കുറിച്ചും നമ്മളതെടുത്ത് പറയാറുണ്ട്. നമുക്ക് കർത്താവ് വരുന്നത് ഏത് നാളിലാണ്, ഏത് നാഴികയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് വാസ്തവത്തിലുള്ളത് തെറ്റായ കാര്യമാണ്. കാരണം നാളും നാഴികയും അറിയാത്ത ഒരു കാലം വരുന്നത് രണ്ടാമത്തെ വരവാണ്. അപ്പോൾ ഇന്നയാണ്ട് ഇന്ന മാസം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു. ഇപ്പം കർത്താവിൻ്റെ വരവ് ഇന്നയാണ്ട് ഇന്ന മാസം സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നയാണ്ട്, അതുകൊണ്ടാണ് നാളും നാഴികയും അറിയാതിരിക്കുക ഉണർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാസ്തവത്തിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. പക്ഷെ അതെടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കും. വിളക്ക് അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ പഠിക്കുന്നത് സത്യത്തിൽ അത് കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൊതുവിൽ നാം എടുത്ത് വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് ഇന്ന് രാത്രിയിൽ ആരെയും കുറ്റപ്പെടുത്താൻ പോകുകയല്ല. നാളും നാഴിക എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മധ്യാകാശവനെ കുറിച്ച് ഇന്നയാണ്ടെന്നോ ഇന്ന മാസമെന്നോ ഇന്ന നാളെന്നോ ഇന്ന നാഴികയെന്നോ അറിയത്തില്ല. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഈ പറയുന്ന ആണ്ടും മാസവും ദിവസവും നാഴിക നമുക്കറിയാം. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ളത് 3.5 വർഷം എന്നുള്ള എഴുതി വെച്ചു. 1260 ദിവസം 3.5 വർഷം സാത്താനെ മഹോദരവാണ്. 1260 ദിവസം അത് കർത്താവിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. അത് മാറ്റമില്ലാത്ത 42 84 മാസം ഉണ്ടായിരിക്കും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 84 മാസം എതിർ ക്രിസ്തുവിൻ സാത്താനി ഭരണവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണവുമായിരിക്കും. അപ്പോൾ അത് എത്ര മാസം എത്രയാണെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഗണിച്ചെടുത്തു, നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇത് മർമ്മമായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ 3-1 ബന്ധത്തിൽ മനസ്സിലാക്കിയെടുത്തപ്പോൾ അപ്പോൾ ഈ 5 മാസം എന്നുള്ളത് ഇനി വരാനുള്ള 15 മാസത്തിൻ്റെ 3-1 കണ്ടുകൊണ്ടാണ് നമ്മളതിനെ ഗണിച്ചെടുത്തപ്പോൾ 5 മാസം 3-1, അപ്പോൾ 15 മാസം കൂടി ഉണ്ട്. 27 മാസമാണ് അഞ്ചാമത്തെ ദൂതന് ഊതുന്നത്. അപ്പോൾ ആറാമത്തെ ദൂതന് ഊതുമ്പോൾ 5 മാസം കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 32-ാം മാസം അഥവാ 2-ാം ആണ്ട് 8-ാം മാസം 1-ാം തീയതി നാഴിക നമുക്കറിയത്തില്ല. ആ ദൂതൻ ഊതുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ നാളും നാഴികയും പറഞ്ഞ് കണക്കുകൾ പറയുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവിന് ശേഷമാണ്. അതിന് മുമ്പ് നാളും നാഴികയോ ആണ്ടോ മാസമോ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ബാക്കിയുള്ള കർത്താവാണ് നനയ്ക്കാത്ത നാഴികയിൽ വരുന്ന പറയുന്നത്. ദിവസം പോലും മനസ്സിലാകുന്ന രീതിയിലായി, പിന്നെ നനയ്ക്കാത്ത നാഴികയായി വരികയാണ്. അതുകൊണ്ടാണ് സുവിശേഷം വായിച്ചിട്ട് നമ്മൾ അതിനെ കർത്താവിൻ്റെ മധ്യാകാശപരവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കരുത്, മനസ്സിലാക്കരുത്. അത് നാള് നാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മധ്യാകാശ വരവ് ഇന്നയാണ്ടെന്നോ ഇന്ന മാസമെന്നോ ഇന്ന ദിവസമെന്നോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും അത് 1-ാം നൂറ്റാണ്ട് മുതൽ പറയുന്ന കാര്യമാണ്. യേശു കർത്താവ് ഇപ്പോൾ വരും. എല്ലാവരും പറഞ്ഞു ആമേൻ കർത്താവ് യേശുവേ വേഗം വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും മണ്ടന്മാരായി പോയില്ല. നമ്മൾ ഒരുങ്ങാൻ സാധിക്കുന്നു. യേശു ഇന്നലെ വരാത്തതുകൊണ്ട് ഇന്ന് വരാത്തതുകൊണ്ട് കർത്താവ് എപ്പോഴാണ് വരുന്ന അറിയത്തില്ല. എപ്പോൾ വന്നാലും നാം പോകാൻ തയ്യാറാകുക. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയും ആമേൻ കർത്താവ് യേശുവേ വേഗം വരണമെന്ന് പറഞ്ഞവരാ. 2-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ട് അങ്ങനെ അതെ 21 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്നും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്കറിയത്തില്ല എന്നാണെന്നുള്ളത്. എന്നാൽ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സമയം കാലം അത് ചുരുങ്ങിപ്പോവുകയാണ്. നമുക്ക് പിന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ വചനം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർക്ക് ഇന്നൊരു വ്യാഖ്യാനം കേൾക്കുന്നവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനെയൊക്കെ വിവർത്തനം ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്ക് അറിയിച്ചു തരുന്നത്. കാരണം അന്നത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ആ കാലഘട്ടത്തിൽ
ഇങ്ങനെയുള്ള ചിന്തകൾക്ക് വേണ്ടി മനുഷ്യൻ ഓടി നടക്കും, കേൾക്കാൻ വേണ്ടി ഓടി നടക്കും. എന്താ സംഭവിക്കുന്നത്? ഒരു കൂട്ടം ആൾക്കാർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കും. കഷ്ടകാലം കുറച്ചും കൂടി ഉള്ളെന്ന് കാണുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ മനുഷ്യന് എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നിനക്ക് കഷ്ടത 10 ദിവസമേ ഉള്ളെന്ന് പറയുമ്പോൾ വിരലിൽ എണ്ണിക്കൊണ്ടിരുന്നാൽ മതി. 1, 2, 3, 4, 5 അങ്ങനെ. എന്നാൽ കഷ്ടത നീണ്ടുപോകും. എത്രയാണെന്ന് അറിയത്തില്ലെങ്കിൽ ജീവിതത്തിൽ നിരാശ വന്ന് മനുഷ്യന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രാത്രി പ്രിയപ്പെട്ടവരെ, കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ദിവസം ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളെന്നുള്ളത്. പക്ഷേ കൃപായുഗത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം കണക്ക് പറഞ്ഞിട്ടില്ല. നാം സന്തോഷിച്ചാൽ പോരെ, ആനന്ദിച്ചാൽ പോരെ, ആരാധിച്ചാൽ പോരെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും കൃപായുഗത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ ദിവസങ്ങളിൽ ദിവസം എണ്ണി അത് കഷ്ടപ്പെട്ടല്ല നോക്കിയിരിക്കേണ്ടത്, സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. എന്നാൽ കഷ്ടത വരുമ്പോൾ കർത്താവ് പറഞ്ഞു 10 ദിവസം ഉപദ്രവമുണ്ടാകും എന്ന് പറഞ്ഞാൽ നീ വിരലിൽ എണ്ണിക്കൂ. നിന്റെ കഷ്ടതയുടെ ദിവസങ്ങൾ ഓരോന്നോരോന്നായി മാറിപ്പോകുമ്പോൾ പ്രത്യാശ ഉണ്ടാകും. കഷ്ടത എത്രയാണെന്ന് അറിയത്തില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതുകൊണ്ടാണ് കാലങ്ങളെക്കുറിച്ചും കഷ്ടതയുടെ ദിവസങ്ങളെക്കുറിച്ചും ദൈവം അറിയിച്ചിരിക്കുന്നത്. ശേഷിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക്, താൻ മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷമുള്ള ദൈവമക്കൾക്ക്, ശേഷിച്ചിരിക്കുന്നവർക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ മനസ്സിലാക്കിയെടുക്കണം, ഇത്രയുമേ ഉള്ളൂ കഷ്ടത. സാത്താൻ ഇത്രയേ ഉള്ളൂ ഭരണം. അവന്റെ ഭരണം ഇത്ര മാത്രമേ ഉള്ളൂ. 3.5 വർഷം മാത്രമേ ഉള്ളൂ. 3 വർഷത്തെ സാധാരണമാവത് 3 വർഷം അത് പിടിച്ചെന്ന് സഹിച്ചു നിന്നാൽ, ഞാൻ പറഞ്ഞു, അത് സഹിച്ചു നിന്നാൽ കൂടെ വാഴാൻ സാധിക്കും, കർത്താവിൻ്റെ കൂടെ ആയിത്തീരാൻ സാധിക്കും, പുനരുത്ഥാനത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. അതേക്കുറിച്ച് ഇന്ന് രാത്രി ഞാൻ പോരായതുകൊണ്ടാണ് ഇവിടെ ഇന്ന ആണ്ട് ഇന്ന മാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഇത്രാം ആണ്ടിൽ ഇത്രാം മാസം ഇത്രാം ദിവസം ഇന്ന നാഴികയ്ക്ക് മനുഷ്യരിൽ 3-നെക്കുള്ള അതിൻ്റെ കാരണം ഏകലോക ഭരണ സംവിധാനത്തിൻ്റെ ഏകലോക സമയവ്യവസ്ഥ എങ്ങനെയാണ് വന്നതിനെക്കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന 12 മണിക്കൂറിൻ്റെ വ്യവസ്ഥ 4 മണിക്കൂർ പോയി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് തന്നെ 2 മണിക്കൂർ താമസിച്ചിട്ടേ വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 മണിയൊക്കെ 6:45 ആണെങ്കിൽ 8:45 9 മണിയൊക്കെ ആവും. അസ്തമിക്കുന്നത് 6:30 അതിന് മുമ്പ് 4:30 അസ്തമിക്കും. ബാക്കിയുള്ള സമയമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ആ സമയത്തെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശ ലോകത്തിൽ സമയം ഒന്നാകുന്നത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം പറഞ്ഞിരിക്കാൻ കാരണം അതുകൊണ്ടാകുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള നിലവിലുള്ള ആണ്ട്, മാസം, ദിവസം, നാഴികയെക്കുറിച്ചല്ല, എതിർക്രിസ്തുവിൻ്റെ 3 വർഷത്തെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ഇത്രാമത്തെ ആണ്ടിൽ അഥവാ 2-ാം ആണ്ടിൽ 8-ാം മാസത്തിൽ 1-ാം ദിവസത്തിൽ ഇൻട്രാനാഴികയിൽ ഇവിടെ 6-ാമത്തെ ദൂതൻ ഊതുമ്പോൾ 4 ദൂതന്മാരെ യൂപ്പർത്തോസ് എന്ന നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടും. ദൂതന്മാർ നിഷ്ക്രിയരായിട്ട് അവർ നിൽക്കുകയാണ്. അവരാരാണെന്ന് നാം കണ്ടിരുന്നു. അത് യൂപ്പർത്തോസ് എന്ന നദീതീരത്തോടുള്ള ബന്ധത്തിലാണ് ഏദൻ തോട്ടം ഉണ്ടായിരുന്നത്. അത് പുരാതന ലോകം നശിച്ചപ്പോൾ ഏദൻ തോട്ടം ഭൂമിയുടെ അധോഭാഗത്ത് പോയപ്പോൾ പിന്നീട് അവിടെ ദൗത്യമുണ്ടായിരുന്ന ദൂതന്മാർക്ക് പ്രവൃത്തിയില്ലാത്തതുകൊണ്ട് ദൈവരെ തിരിച്ചു വിളിച്ചില്ല. അവരെ ദൈവം യൂപ്പർത്തോസ് എന്ന നദീതീരത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കീഴിൽ ദൈവം വലിയൊരു പടജനത്തെ, ഒരു സൈന്യത്തെ ദൈവം അധികാരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരെ റിലീസ് ചെയ്യുന്ന, അവരെ പ്രവർത്തന സജ്ജമാക്കി ദൈവം അവർക്ക് ഓർഡർ കൊടുക്കുന്ന ദിവസമാണ്. നമുക്കറിയാമല്ലോ, യുദ്ധസന്നദ്ധമായിട്ടാണ് എല്ലാ പട്ടാള സേനകളും, നമുക്കറിയാം കര, വ്യോമ, നാവിക സേനയൊക്കെ അവരുടെ അതിർത്തികളിൽ സജ്ജമായിട്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. അതിനുള്ള ഓർഡർ സർവ്വസൈന്യാധിപന്റെ കീഴിൽ നിന്ന് വരണം എന്നതുപോലെ ഇപ്പോൾ ഈ സജ്ജമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ പടയാളികൾ, ദൈവത്തിൻ്റെ ദൂതസഞ്ചയങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. അവർക്കുള്ള കമാൻഡ് കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുവരെ അവർ നിഷ്ക്രിയരായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാഞ്ചി വലിക്കത്തില്ല. സൈന്യം അതിർത്തി നിൽക്കുമ്പോഴും ഒരുക്കപ്പെട്ടാലും ഓർഡർ കിട്ടാതെ, അതിൻ്റെ അനുവാദം റിലീസ് ചെയ്യാതെ ഒരു പട്ടാളക്കാരൻ്റെയും കൈവിരലുകൾ തോക്കിലേക്ക് നീങ്ങാത്ത പോലെ, മിസൈൽ സിസ്റ്റത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാത്ത പോലെ, ഫൈറ്ററോ മറ്റുള്ള കപ്പൽ പടകളോ ഒക്കെ യുദ്ധത്തിന് വേണ്ടി സന്നാഹമായി നിന്നാലും അതിൻ്റെ അവസാന ഓർഡർ വരുന്നവരെ തയ്യാറായി നിൽക്കുന്നത് പോലെ ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ യുദ്ധ സൈന്യമുണ്ട്.
രാത്രി പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കണ്ടു. അഗാധകൂപം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന വിചിത്രമായ ജീവികൾ ഇറങ്ങി വന്ന് മനുഷ്യരിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ 5 മാസത്തേക്ക് ദണ്ഡനം കൊടുക്കുന്നെങ്കിൽ അത് കഴിയുമ്പോൾ ദൈവം അവരെ അഗാധകൂപത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്, മടക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ 6ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു സൈന്യ വ്യൂഹം യൂപ്രത്തോസ് എന്ന നദീ തീരത്തോടുള്ള ബന്ധത്തിലുണ്ട്. അവിടെ അതിൻ്റെ അധിപന്മാരായിട്ടുള്ള 4 ദൂതന്മാരെ ദൈവം അവിടെ നിർത്തിയിട്ടുണ്ട്. അവരെ ബന്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവർക്ക് ഓർഡർ ലഭിച്ചിട്ടില്ല, കൽപ്പന കിട്ടിയിട്ടില്ല. അവർ സദാ സജ്ജരായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകടിപ്പിക്കുമ്പോൾ അവർ സജീവരായിത്തീരും. അവരെന്ത് ചെയ്യും? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായി തീരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ കുതിരപ്പടയുടെ സംഖ്യ അവരെ ഒരു ശബ്ദം മനുഷ്യരിൽ അഴിച്ചുവിട്ടപ്പോൾ സംഭവിക്കുന്നത് 16-17 വാക്യങ്ങൾ. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. ഇങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇന്നത്തെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, മിസൈലുകൾ, അങ്ങനെയുള്ള പുതിയ പോർ മുനകൾ ആകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു രഹസ്യം ഇവിടെ പറയാം. ഇത് മനുഷ്യൻ്റെ ഒരു ആയുധം കൊണ്ടുമല്ല ദൈവം അന്ന് ആ കാലത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 10,000 മടങ്ങ് 20,000 കുതിരപ്പടയുടെ സംഖ്യ എന്ന് പറയുന്നത്, ഇവിടെ അത്രമാത്രം ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതിന് കണക്കെന്ന് പറഞ്ഞാൽ 10,000 ഗുണം 20,000 അഥവാ 10 മില്യൺ ആണ് 1 കോടിയെങ്കിൽ 200 മില്യൺ കുതിരപ്പടയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 200 മില്യൺ കുതിരപ്പട. അതിനെക്കുറിച്ച് നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷയിൽ, ഇന്ത്യൻ ഭാഷയിൽ മനസ്സിലാക്കിയാൽ 20 കോടി ആണ് ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യ. അതായത് കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000. 20,000 മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ, 10,000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് 20 കോടിയാണ്. അപ്പോൾ 20 കോടി ഫൈറ്റർ പ്ലെയിനുകളോ 20 കോടിയോളം യുദ്ധക്കപ്പലുകളോ അണുവായുധങ്ങളോ ഒന്നും ഉണ്ടാക്കി വെക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. നമുക്കറിയാം, ഒരു രാഷ്ട്രത്തിൻ്റെ യുദ്ധ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഓരോരോ രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് എത്രയുണ്ട്, കപ്പൽപ്പട എത്രയുണ്ടോ, ഇതൊക്കെ ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി ഏകദേശം 153 വലിയ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഏകദേശം 202 രാജ്യങ്ങൾ എല്ലാം കൂടി അവരെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫൈറ്ററുകളോ കപ്പൽ മിസൈലുകളോ എല്ലാം കൂടെ നോക്കിയാലൊന്നും 20 കോടി വരത്തില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതൊന്നും മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ഫൈറ്റർ ജെറ്റുകളോ മിസൈലുകളോ ഒന്നുമല്ല. തീയും പുകയും ഗന്ധവും ഒക്കെ പുറപ്പെടുന്നത് കാണുമ്പോൾ ഇത് വിചാരിക്കരുത് മനുഷ്യനുണ്ടാക്കി, അതല്ല. ദൈവത്തിൻ്റെ 4 ദൂതന്മാരുടെ കൈക്കീഴിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു കുതിരപ്പട സൈന്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 20 കോടി എന്നുള്ള കണക്ക് പറഞ്ഞിരിക്കുന്നത്. 20 കോടി എന്ന് പറയുമ്പോൾ 5 കോടി കുതിരപ്പടയാണ് ഒരു ദൂതൻ്റെ കൈക്കീഴിൽ ദൈവം കൊടുക്കുന്നത്. അവർ പുറപ്പെട്ടാണ് ലോകത്തിൻ്റെ 4 ദിക്കുകളിലുമുള്ള 1/3 മനുഷ്യരെ ഈ ദൈവം പറഞ്ഞിരിക്കുന്ന ദിവസത്തിൽ, ഇന്ന ആണ്ട്, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന നാഴികയ്ക്ക് ഒരുമിച്ച് അവരെന്ത് ചെയ്യും? ഇല്ലാതാക്കി കളയും. അതെങ്ങനെ കൊന്നുകളയുന്നത്? തീ, പുക, ഗന്ധകം എന്നിവ കൊണ്ടാണ്. അപ്പോൾ വാലുകൊണ്ട് കുത്തുന്ന വിചിത്ര ജീവികൾ ഇറങ്ങി ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ അന്ന് ഉപദ്രവിച്ചെങ്കിൽ അത് ദൈവം പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തില്ലേ? ചെയ്തു. അത് 5 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ബാധ കഴിഞ്ഞ് മാറിപ്പോയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മാത്രമാ ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കാതിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തെ അനുസരിക്കുന്ന സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ അവർ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ആജ്ഞ കേൾക്കുന്ന വീരന്മാരായ ദൂതന്മാരായിട്ടുള്ളവരെ എന്നതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളി പൊള്ളിപ്പോകാതെ മാറിപ്പോകാതെ അവൻ്റെ വചനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ
ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ആധികാരികത മനസ്സിലാക്കിക്കൊണ്ട്, ദൂതന്മാർ അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത്. 5 മാസം കഴിഞ്ഞപ്പോൾ അവരെ മടക്കി വിട്ടപ്പോൾ ഒരൊറ്റ എണ്ണം പോലും ഇവിടെ ശേഷിച്ചില്ല. 20,000 മടങ്ങ് 10,000 കുതിരപ്പടയുടെ ആ ദൂതസഞ്ചയത്തെ ഇവിടെ ഇറക്കി വിടുമ്പോൾ ഒരൊറ്റ എണ്ണത്തെ പോലും അന്നത്തെ ലോകത്തിന് കൊന്നുകളയുവാനോ തൊടുവാനോ കഴിയത്തില്ല. കാരണം അത് അദൃശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യമാണ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അവരെ നശിപ്പിക്കുവാൻ ലോകത്തിലുള്ള എതിർക്രിസ്തുവിൻ്റെ ഒരു ആയുധ ശേഖരത്തിന് കഴിയത്തില്ല. അതിൻ്റെ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. അതാണ് ദൈവത്തിൻ്റെ പട അവിടെ പുറപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ കുതിരപ്പട പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ, ഒന്നിനെ പോലും അതിനെ പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അന്ന് തൻ്റെ സൈന്യത്തെ ഇവിടെ ഇറക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വെളിപ്പാട് പുസ്തകം വായിച്ച് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഗ്രഹിക്കണം. വരാൻ പോകുന്നത് ഇനിയുള്ള ലോകമായ യുദ്ധത്തിൻ്റെ ഫൈറ്റർ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, സ്റ്റാർ വാർസിനെ കുറിച്ചൊക്കെ നാം ചിന്തിച്ച് തലപൊയ്യാറുണ്ട്. പക്ഷേ ദൈവത്തെ എഴുതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ നിറവേറപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവനെ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക, ഇതെല്ലാം സംഭവിക്കുന്ന ഒരു ദിവസം ലോകത്ത് വരുന്നുണ്ട്. അതിന് മുമ്പായി കർത്താവ് തൻ്റെ സഭയെ ചേർക്കും. അത് ശേഷിച്ചിരിക്കുന്നവരെ ദൈവം ശക്തീകരിച്ച് നിർത്തും. അതുകൊണ്ട് അന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ബലപ്പെടുത്തി നിൽക്കും. പക്ഷെ അവരോട് ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഈ കാലഗണന സംവിധാനം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 4 ദൂതന്മാരെ അഴിച്ചുവിടുമ്പോൾ അവർ കേവലം 4 പേരല്ല, പടയ്ക്ക് പുറപ്പെടുന്നതിന് തുല്യമായ ഒരു സംഘമാണ് അവരോടൊപ്പം പുറപ്പെടുന്നത്. ഇതിനെ കുതിരപ്പടയോട് സദൃശ്യപ്പെടുത്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ രേഖപ്പെടുത്തി കുതിരപ്പടയോട് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ യുദ്ധസനാഹങ്ങൾ, കപ്പൽപ്പടയും പീരങ്കിപ്പടകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും അണുബോംബുകളും ശക്തികൾ നമുക്കുള്ളതായിട്ട് നമുക്കറിയാം. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? കൃത്രിമ മനുഷ്യ ഇറങ്ങും. അതെ, റോബോട്ടിക് മനുഷ്യൻ പേടിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യന് സദൃശമായിരിക്കുന്ന പ്രത്യേക റോബോട്ടുകൾ ഇറങ്ങും. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നടക്കും. ഇപ്പം കണ്ടില്ലേ, പല ബസ് സ്റ്റാൻഡിലൊക്കെ റോബോട്ടുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന റോബോട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യുന്ന റോബോട്ടുകളെ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഇറങ്ങുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ദൈവം ആശ്രയിക്കുന്നത് അവനതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ ആജ്ഞ കേൾക്കുന്ന വീരന്മാരായ ദൂതന്മാർ അത് ദൈവത്തിൻ്റെ സൈന്യത്തിലുണ്ട്. അപ്പോൾ അതിൽ ഒരു ഗണത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന് ശബ്ദങ്ങളായിത്തീരുന്ന മനുഷ്യരെ സംഹരിക്കേണ്ടതിന് മാനുഷികമായിട്ടുള്ള ആയുധങ്ങളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവം ഉപയോഗിക്കത്തുന്നില്ല. ദൈവത്തിന് ഇവിടെയുള്ള ഫൈറ്റർക്കാറ്റും വേണ്ട, ദൈവത്തിന് ആരുടെയും പീരങ്കിപ്പടയും വേണ്ട, കപ്പൽപ്പടയും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന അവൻ്റെ ആയുധ ശേഖരത്തിൽപ്പെടുന്ന വസ്തുക്കളും ദൂത സഞ്ചയഗണങ്ങളും ഉണ്ടെന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നു. അഗാധഗോപത്തിന് പുറപ്പെടുന്ന വിചിത്ര ജീവികൾ മനുഷ്യരെ കൊന്നുകളയാതെ 5 മാസം ദണ്ഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യൂഫ്രട്ടീസ് നദീതീരത്ത് നിന്ന് അഴിച്ചുവിടുന്ന 4 ദൂതന്മാരോടൊപ്പം അവിടെ കീഴുള്ള 20 കോടി കുതിരപ്പടയ്ക്ക് സമാനമായ ദൂതഗണങ്ങൾ മനുഷ്യരിൽ 1/3 കൊന്നുകളയുന്നു. ഇതാണ് രണ്ടാമത്തെ കഷ്ടം. ഇപ്പോൾ ദൈവത്തിനാജ്ഞയാൽ പുറപ്പെടുന്ന ഈ ദൂതഗണങ്ങളെക്കുറിച്ച് യോഹന്നാൻ കണ്ടു. ആത്മാവിൽ ഇങ്ങനെ കാണുകയാണ്. കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് അതിന് തീനിറവും രക്തനിലവും നീലവും ഗന്ധഗർണവുമായ കവചമുണ്ടെന്നും സിംഹങ്ങളുടെ തല പോലെയുള്ള തലയുണ്ടെന്നും വായിൽ നിന്ന് തീ, പുക, ഗന്ധകം പുറപ്പെടുന്നതായിട്ടും ശക്തി അതിൻ്റെ വായിലുമായിരുന്നെന്നും വാല് സർപ്പത്തെ പോലെ തലയുള്ളതുമാകുന്നുവെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന പല അപൂർവ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കഷ്ടത വരുത്തുന്ന അതേക്കുറിച്ച് ഈ പറയുന്ന കുതിരപ്പടയ്ക്ക് സമാനമായിരിക്കുന്ന ദൂതസഞ്ചയഗണങ്ങൾ 4 ദൂതന്മാരുടെ നേതൃത്വത്തിൽ പുറപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് 18-19 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ
പുക, ഗന്ധകം എന്നീ 3 ബാധയാക്കി മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. നോട്ട് ചെയ്ത് വെച്ചു. അന്ന് ജീവനോടിരിക്കുന്നതിൽ 300 പേരാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ 100 പേര് മരിച്ചു പോകും. 200 പേരെ ശേഷിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം മനുഷ്യൻ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാലത്രേ കേട് വരുത്തുന്നത്. അപ്പോൾ 4 ദൂതന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആകാശത്തിനും ഭൂമിക്കും കേടുവരുത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 5ഉം 6ഉം ദൂതന്മാർ മനുഷ്യനാണ് കേടുവരുത്തുന്നത്. 5ാമത്തെ ദൂതൻ അവരെ അഗാധത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവികൾ ഇറങ്ങി കുത്തി അവരെ വേദനപ്പെടുത്തി മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. 6ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ യൂഫ്രട്ടീസ് നദിയെടുത്ത് ബന്ധിച്ചിരിക്കുന്ന നിഷ്ക്രിയരായിരിക്കുന്ന 4 ദൂതന്മാരെ ദൈവം 20 കോടി സൈന്യത്തെ വിന്യസിപ്പിച്ചുകൊണ്ട് അന്ന് ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ആ ആണ്ടിൽ, ആ മാസത്തിൽ, ആ ദിവസത്തിൽ, നാഴികയിൽ മനുഷ്യരിൽ അന്ന് ജീവനോടിരിക്കുന്നതിൽ 1/3 അന്ന് ലോകത്തുനിന്ന് മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ ഭൂമിയിലെ മനുഷ്യരിൽ 1/3 മരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെയും മനുഷ്യനെ കൊല്ലുന്നത് തീ കൊണ്ടും പുക കൊണ്ടും ഗന്ധകം കൊണ്ടൊക്കെയാണ് കൊല്ലുന്നത്. പക്ഷെ അതിൻ്റെ അവര് ചെയ്യുന്നത് അവർക്ക് ഇത്രമാത്രം ഒരു സംഘാത ശേഷിയില്ല. നമുക്കറിയാം, അവിടെ ഉപയോഗിക്കുന്ന ആറ്റം ബോംബ് കൊണ്ടൊക്കെ ഭൂമിയെ കത്തിച്ച് കളയാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, അതൊക്കെ ദൈവം അനുവദിച്ചെങ്കിലേ വരികയുള്ളൂ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വ്യക്തമുള്ള കാര്യമാണ്. ബാക്കിയുള്ള രാഷ്ട്രങ്ങളൊക്കെ പറയുന്നത് നമുക്കറിയാം, വലിയ വീരവാദം പറയുന്ന രാഷ്ട്രങ്ങളുടെ അകത്തും എന്തെല്ലാം ചെറിയ ചെറിയ പെശകൾ മുഖാന്തരമായിട്ട് എത്ര വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വലിയ ലോകത്തിൻ്റെ പോലീസാന്നൊക്കെ പറയുന്നവർക്കൊക്കെ പിഴവുകൾ പറ്റുന്നില്ലേ? അവരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നില്ലേ? സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് സാധ്യമാണ്. എന്നാൽ അതിലൊന്നുമല്ല ദൈവം ആശ്രയിക്കുന്നത്. ഇപ്പം ലോകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരൊക്കെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് അവിടെ അകത്ത് വേണമെങ്കിൽ തീ കത്തിക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ട്. അതൊക്കെ സാധ്യമാണ്. ദൈവത്തിൻ്റെ സൈന്യം എന്ന് പറയുമ്പോൾ അതിനെ പരാജയപ്പെടുത്താനോ തൊടുവാനോ ആർക്കും കഴിയത്തില്ല. 20 കോടി ദൂതന്മാർ അന്ന് ഇറങ്ങുമ്പോൾ, 4 ദൂതന്മാരുടെ നിയന്ത്രണത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ അത് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് ദൈവം പറഞ്ഞ ആജ്ഞ ചെയ്ത ശേഷം അവർ തിരികെ പോകും. അത് ദൈവപ്രവൃത്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേക ഇങ്ങനെയുള്ള ജീവികൾ ഉണ്ടോ എന്നുള്ള സംശയം തോന്നും. ഇങ്ങനെ ഈ പറയുന്ന തീ, പുക, ഗന്ധകം വായിൽ നിന്ന് പുറപ്പെടുന്ന ജീവികളുണ്ടോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ചില പ്രത്യേക ജീവികളെക്കുറിച്ചുള്ള പഠനം നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്, ഇങ്ങനെയുള്ള ജീവികളെ നമുക്കറിയാൻ കഴിയാത്ത ജീവികളെ ദൈവം ഭൂമിയിലാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകം 40-ാം അധ്യായം 15-23 വാക്യങ്ങളെ സംക്ഷേപിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നദീഹീയം ദൈവത്തിൻ്റെ സൃഷ്ടികൾ പ്രധാനമുള്ളത് അത് കാളയെപ്പോലെ പുല്ലു തിന്നുന്നു. അതിൻ്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും ബലം വയറ്റിൻ്റെ മാംസപേശികളുമാകുന്നു. ദേവദാരു തുല്യമായ വാൽ അതിനുണ്ട്. അതിൻ്റെ അസ്ഥികൾ ചെമ്പുകൾ പോലെയും എല്ലുകൾ ഇരുമ്പ് അഴി പോലെയുമുള്ളത്. അപ്പോൾ നദീഹ്യത്തെക്കുറിച്ച് ഇയ്യോബിനോട് കഥ പറയാണ്. ഇന്ന ജീവികളൊക്കെ നിനക്ക് അറിയാമെന്ന് ചോദിക്കുക. 41-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, മഹാനക്രം തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു, അതിൻ്റെ കണ്ണ് ഉഷസ്സിൻ്റെ കണ്ണിമ പോലെയാകുന്നു, അതിൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു, അതിൻ്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു, അതിൻ്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു, അതിൻ്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു, അതിൻ്റെ ഹൃദയം കല്ല് പോലെയുള്ളത്. ഇങ്ങനെയുള്ള ജീവികൾ ഉണ്ടെന്ന് കഥ പറഞ്ഞു. ഇതൊക്കെ ഇയ്യോബിനോട് പറയുമ്പോൾ ഇവിടെ ഒരു ഫൈറ്ററും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു അണുബോംബും കണ്ടുപിടിച്ചിട്ടില്ല, ഇവിടെ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഇയ്യോബിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ളതൊക്കെയൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നദീഹ്യത്തെക്കുറിച്ചും മഹാനക്രത്തെക്കുറിച്ചൊക്കെ ജീവികളാണ്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇയ്യോബിനോട് കഥാബോഷ്ക്ക് പറയത്തില്ല. ഉള്ള കാര്യമാണ് പറഞ്ഞത്. നിനക്കറിയത്തില്ലായിരിക്കാം ഇയ്യോബേ, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന മഹാനക്രം തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു, അതിൻ്റെ കണ്ണ് ഉഷസ്സിൻ്റെ കണ്ണിമ പോലെയാകുന്നു, അതിൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ മിസൈലാണെന്നാണോ വ്യാഖ്യാനിക്കുന്നത്? ഫൈറ്റർ എന്നാണോ വ്യാഖ്യാനിക്കുന്നത്? ആണോ? അല്ലല്ലോ.
അപ്പം അത് ഞാനിവിടെ എടുത്ത് വ്യാഖ്യാനിക്കുന്നതിൻ്റെ അർത്ഥം, വ്യാഖ്യാനിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ഇതൊന്നും ആധുനികമായിരിക്കുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ആയുധങ്ങളല്ല, അതിൽ പെടുന്നതല്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം അത് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തെളിവ് തരണമല്ലോ. അപ്പം തെളിവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയത് എത്ര വർഷം മുമ്പാണ്? അന്നീ പറയുന്ന ഒരു അണുബോംബുമില്ലായിരുന്നു. അന്നീ പറയുന്ന തീ പുക പൊങ്ങുന്ന ഫൈറ്ററോ അല്ലെങ്കിൽ മിസൈലുകളോ ഒന്നും ഇല്ലായിരുന്നു. കഥാവ് ഇതൊക്കെ ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയ സൃഷ്ടികളകത്തുണ്ട്. ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന സൃഷ്ടികളാണ് അന്ന് 20 കോടി വരുന്ന ഈ പറയുന്ന പ്രത്യേക ദൂതന്മാരുടെ കീഴിൽ വരുന്നതെന്നാണ് വചനത്തിൻ്റെ തെളിവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിലോ അവൻ്റെ കഴിവിലോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആയുധങ്ങളുമല്ല. ഇത്രയും ആയുധങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മനുഷ്യർക്കും കഴിയത്തുമില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എത്ര, അല്ലെങ്കിൽ മറ്റുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ എത്ര ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട്, എത്ര മിസൈലുണ്ട്, എത്രയുണ്ട്. അതൊക്കെ ആയുധ ശേഖരങ്ങളുണ്ട്, അതിനൊരു പരിധിയുണ്ട്. പക്ഷെ 20 കോടിയൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവൊന്നും ഒരു രാജ്യത്തിനുമില്ല, ലോകം മൊത്തം എടുത്താലുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ജീവികൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ, പ്രത്യേക സൃഷ്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് എവിടെയൊക്കെയാണ് ഏതെല്ലാം വിധത്തിലുള്ള സൃഷ്ടികളുണ്ടെന്നുള്ളത് യൂപ്പർത്തോസ് എന്ന നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരുടെ കീഴിൽ ഇങ്ങനെയുള്ള സൃഷ്ടികളെ ദൈവം സൃഷ്ടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു, അതിൻ്റെ ശ്വാസം കണ്ണിൽ ജ്വലിപ്പിക്കുന്നു, അതിൻ്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു, അതിൻ്റെ ഹൃദയം കല്ല്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം എടുത്ത് മാത്രം വായിച്ച് വെളിപ്പാട് ദിവസം പഠിപ്പിച്ചാലാണ് തെറ്റായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനം വരുന്നത്. എന്നാൽ ഈ വെളിപ്പാട് ദിവസം പഠിപ്പിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതാണ് 4 ദൂതന്മാർ നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുത്തത്. അപ്പോൾ എന്താണ് ഈ ജീവികൾ എന്നുള്ളതിൻ്റെ താരതമ്യം പഠനം പഠിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്താണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാനിത് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് ദിവസം കൊണ്ട് മാത്രം പഠിപ്പിച്ചാൽ ഈ പറഞ്ഞ രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ കിട്ടുന്ന ഇതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് വയ്ക്കും. പക്ഷേ അതല്ല യഥാർത്ഥമായിട്ടുള്ളത്. ഇപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ബന്ധത്തിൽ ബന്ധപ്പെടുത്തി പഠിപ്പിക്കരുത്, ചിന്തിക്കരുത്. അത് ദൈവികമായിരിക്കുന്ന ഉദ്ദേശമല്ല എന്നുള്ളത് ദൈവന വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് നദീഹയത്തെക്കുറിച്ചും മഹാനക്രത്തെക്കുറിച്ചും 2 പ്രത്യേകതരം ജീവികളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് ഏതെല്ലാം സൃഷ്ടികളും ദൂതന്മാരും എങ്ങനെയുള്ള സഞ്ചയങ്ങളും ഉണ്ടെന്നുള്ളത് മനുഷ്യരായിരിക്കും നമുക്കറിയത്തില്ല. ദൈവം വെളിപ്പെടുത്തി തരുന്ന മാത്രമേ അറിയത്തുള്ളൂ. ഇവനോട് ചോദിക്കുക, നിനക്കറിയാമോ നദീഹയത്തെ? നിനക്കറിയാമോ നക്ഷത്രത്തെക്കുറിച്ച് നിനക്കറിയാമോ? അന്ന് വെളിപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയത് ഇന്നത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയാ. നാം വിചാരിക്കരുത് ഈ കാണുന്ന ആകാശഭൂമിയും അല്ലെങ്കിൽ കുറെ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചത് നമ്മളെല്ലാം കണ്ടുപിടിച്ചെന്ന് പറയരുത്. ദൈവമാക്കി വെച്ചിരിക്കുന്ന എത്രയോ സ്ഥലങ്ങളും എത്രയോ ജീവികളും ഒക്കെ ഉണ്ട്. അതൊന്നും മനുഷ്യൻ്റെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാനോ മനുഷ്യൻ്റെ ടെലസ്കോപ്പുകൾക്കോ അവൻ്റെ ആയുധ സ്കാനിങ് മെഷീനുകൾക്കോ കണ്ടുപിടിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സൃഷ്ടി സമൂഹങ്ങൾ ഉണ്ട് എന്നുള്ളത് യോബിനോട് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രിയിലും ദൈവസഭയോടും ദൈവമക്കളോടും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് തെറ്റായ ചിന്തകളിലേക്ക് പോകാതെ നാം ദിവസങ്ങളിൽ കാര്യങ്ങളെ മനസ്സിലാക്കി സത്യമായിട്ടുള്ളത് ഗ്രഹിച്ചെടുക്കാൻ വന്ന ദൈവാത്മാവെന്ന് നമ്മളെ ഓർപ്പിക്കുക. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് വ്യക്തമായി അറിഞ്ഞുകൂടാത്ത അനവധി സൃഷ്ടികൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കപ്പെടുക. അതിനാൽ ദൈവത്തിൻ്റെ മഹാകോപത്തിൽ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത് പ്രത്യേകതരം ജീവികളാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ സംശയരഹിതമായി തെളിയിച്ചിരിക്കുന്നത്. അതല്ലാതെ മനുഷ്യൻ അല്ല, മനുഷ്യൻ്റെ ആയുധങ്ങളല്ല എന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 ദൂതന്മാരുടെ കീഴിൽ പുറപ്പെടുന്ന 20 കോടി സൈന്യം പ്രത്യേകതര സൃഷ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് രണ്ടാമത്തെ വലിയ കഷ്ടത്തിലും മനുഷ്യരിൽ 1/3 മാത്രമാണ് നശിക്കുന്നത്. കുതിരപ്പടയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ ബാധയാലാണ് മനുഷ്യർ ചത്തുപോകുന്നത്. 2 വലിയ കഷ്ടങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യരിൽ ശേഷിക്കുന്ന ദുഷ്ടന്മാരായവർ മാനസാന്തരപ്പെടുന്നില്ല എന്നാണ് അടുത്ത വാക്യത്തിൽ. അപ്പൊ ദൈവം ശിക്ഷിക്കുന്നത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാ, ശിക്ഷ അയക്കുന്നത് മനസ്സിന് മാനസാന്തരം വരാൻ വേണ്ടിയാ. ഇത് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പനായിരിക്കുന്ന ദൈവം നമ്മെ ശിക്ഷിക്കും. ദൈവത്തിന് സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നാം നല്ല വഴിയെ പോകുവാൻ വേണ്ടിയാണ്.
അവൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്നത്. ഈ പറയുന്ന ശിക്ഷകൾ അയക്കുമ്പോഴും 1/3 മരിച്ചു പോകുമ്പോഴും മനുഷ്യൻ മാനസാന്തരപ്പെടത്തില്ല. 3 പേരുള്ളൊരു വീട്ടിൽ ഒരാൾ വെച്ച് അങ്ങ് മരിച്ചു പോയെന്നിരിക്കട്ടെ, ബാക്കിയുള്ള 2 പേരും അതൊന്നും വിട്ടുപിരിയത്തില്ല. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ, അതിലവൻ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതിലവൻ പിന്നെ അതിൽ കിടക്കുകയാണ് ചെയ്യുന്നതെന്നത് വ്യക്തമാക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ അന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ അതേക്കുറിച്ച് 9-ാം അധ്യായം 20-21 വാക്യം പറയുന്നത്, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും വകിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. എന്തിനെയാണ് മാനസാന്തരപ്പെടേണ്ടത്? എന്താണ് ഇവിടെ കൈപ്പണി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അന്ന് ഏകലോക ഭരണ സംവിധാനമാണെങ്കിൽ പരസ്യമായിട്ട് എതിർ ക്രിസ്തുവിനെ അവർ ആരാധിക്കും. പക്ഷേ രഹസ്യത്തിൽ അവര് ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും വകിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം എന്നിവ കൊണ്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. അതെ, വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക. ലോകം ഓരോ ദിവസം ചെല്ലും തോറും ഇതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് മെസ്സേജ് എടുത്തത് ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് നമ്മൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നിയമം തെറ്റിക്കുന്നത് 1% ആയിരിക്കും. പക്ഷെ എന്നാൽ ഒരു കാലം വരാൻ പോകുക, അനുസരണക്കേണ്ട കാലം വരാൻ പോകുക. റോഡിലിറങ്ങി മത്സരിക്കുക, അത് എല്ലായിടത്തും മത്സരമായിരിക്കും. അപ്പം ഞാൻ പറയട്ടെ, വഴി ഇറങ്ങി ആരും സൈഡ് കൊടുക്കുന്നില്ലെങ്കിൽ, ഒരൊട്ടും വിട്ടുവീഴ്ച കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര മാത്രം ലോകത്തിൽ 1 വേ സിസ്റ്റം ഉണ്ടാക്കിയാലും അവിടെയെല്ലാം അപകടങ്ങൾ നിറയും, അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ മനുഷ്യൻ മത്സരികളായി തീരാൻ പോകുന്നൊരു കാലഘട്ടം വരാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഒരു അല്പമെങ്കിലും ദൈവഭയമുള്ളത് കൊണ്ടാണ് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇന്ന് കയറിപ്പൊക്കോട്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അത് വിചാരിക്കുക, വരുന്നിടത്ത് വെച്ച് കാണാം. മരിക്കുകയാണെ മരിക്കട്ടെ, ചാകുകയാണെ ചാകട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് പറഞ്ഞല്ലോ, അങ്ങനെ 1% അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ മാത്രം ഇറങ്ങുമ്പോൾ എത്ര കൊലപാതകവും എത്ര ദുർനടപ്പും മോഷണവും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതിൻ്റെ ശതമാനം 1-ൽ നിന്ന് 10-ലേക്കും 20-ലേക്കും 30-ലേക്കും അഥവാ 90-ലേക്കും മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ച് വേണം എതിർ ക്രിസ്തുവിൻ്റെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. ഇന്നത്തെ ലോകത്തിൽ അനുസരണക്കേടിൻ്റെ ശതമാനം വളരെ കുറവാണ്. നിയമങ്ങളെയും നിയമവ്യവസ്ഥയും പാലിക്കുന്ന ഒരു കൂട്ടം ജനമാണുള്ളത്. അന്ന് അനുകൂലമായിരിക്കുന്ന, പാപം ചെയ്യുന്നവർക്ക് അനുകൂലമായ നിയമസംഹിത ഉള്ളത് കൊണ്ട് മത്സരിക്കാനുള്ളൊരു കാലഘട്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് നീതിയുടെ ഭരണമാണ് ഉണ്ടായെങ്കിൽ, ഏകദേശം ഒരു നീതിയുടെ ഭരണ സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അനീതിയുടെ കാലം ഇവിടെ വരുമ്പോൾ അന്ന് അനീതിക്കായിരിക്കും മുൻതൂക്കമുണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനുശേഷമായി എന്നേക്കും നിത്യമായിരിക്കുന്ന ഒരു നീതിയുള്ള ഭരണം നമ്മുടെ കർത്താവിടെ ഭൂമിയിൽ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇത് സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ വിചാരിച്ചാൽ മതി, ലോക സംഭവങ്ങളെ പഠിക്കണം, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിച്ചാൽ മതി, ഇന്ന് അയൽപക്കങ്ങൾ തമ്മിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, മിണ്ടുന്നില്ലെന്നൊക്കെയുള്ളൂ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വരാൻ പോകുന്നത് ശുദ്ധം കൂടും, ദുർഭൂതങ്ങളെ ആവസിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് എന്ന് ഈ വചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഭൂതങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഇന്നത്തെ പോലെ മൊബൈലോ ക്യാമറ വെച്ചായിരിക്കത്തില്ല. ഭൂതങ്ങളെ കാവൽക്കരാക്കി വയ്ക്കും. ഭൂതങ്ങളോട് ചോദിക്കും ആരാ വന്നിട്ട് പോയെന്നുള്ളത്. ആ ഭൂതങ്ങളുടെ ശക്തി മുഖാന്തരമായി കമ്മ്യൂണിക്കേഷൻ ലോകത്ത് വരും. ഇന്നത് സ്ഥാപിതമാകാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. കാരണം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദമുയരുന്നതുകൊണ്ടാണ് അത് കമ്മ്യൂണിക്കേഷൻ ഫെയിലറായി പോകുന്നത്. ഇന്നുമുണ്ട് ദുർബോധങ്ങളെ ആരാധിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചുകൊള്ളുക, ഇതൊക്കെയും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിക്കാം. ലോകം ദുർബോധങ്ങളെ
ആശ്രയിക്കാൻ പോകുന്നു. ഒരു കാലഘട്ടം വരാൻ പോകുമ്പോൾ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുവാൻ, കാര്യസാധ്യതകളെ സാധിപ്പിച്ചു കൊടുക്കുന്ന ദുർബോധങ്ങൾ ലോകത്തിൽ ഇറങ്ങാൻ പോകുകയാണ്. അതിന്റെ പിന്നാലെ പോകാൻ പോവുക, വലിയ പ്രവചനങ്ങൾ നടത്താൻ പോകുന്ന ഭൂതാത്മ ശക്തികൾ എഴുന്നേക്കാൻ പോവുക. ദൈവദാസന്മാർ പ്രവചിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രവചനങ്ങൾ വരാൻ പോവുക. അതേ, ലോകം വശീകരണത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന്റെ സമയത്ത് അതിന്റെ പിന്നാലെ അനേകർ പോകുന്നത്. ദുർബോധങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 കൂട്ടം വസ്തുക്കളെ കൊണ്ടാണ് ഈ പറയുന്ന കൈപ്പണി കൊണ്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കി മനുഷ്യൻ ആരാധിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള, ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉണ്ടാക്കുന്നത് പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം എന്നിവ കൊണ്ടാണ്. എന്നാൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 കൂട്ടം വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു വസ്തുവിനെ പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞ് ഇന്ന് രാത്രി ദൂത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. എതിർക്രിസ്തു ഭരണകാലത്ത് മനുഷ്യർ രഹസ്യമായി ദുർഭൂതങ്ങളെ ആരാധിച്ച് അവർ ഉണ്ടാക്കിയിരിക്കുന്ന കൈപ്പണിയെ അവർ സേവിച്ചു കൊണ്ടുപോകും. അപ്പം അതനുസരിച്ചുള്ള പൊന്നും വെള്ളിയും ചെമ്പും കല്ലും മരവും കൊണ്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കുകയും അവർ ആ കൈപ്പണിയെ ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അവരെ സൃഷ്ടിച്ച സൃഷ്ടിതാവാം ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. രാത്രിയിൽ കൈപ്പണിയായിട്ടുള്ള ഒരു ആരാധനയല്ല, കൈപ്പണികളെയല്ല മനുഷ്യൻ ആരാധിക്കേണ്ടത്. ആരാണോ കൈകൊണ്ട് നമ്മെ മെനഞ്ഞത് അവനെയാണ് നാം ആരാധിക്കേണ്ടത്. നാം കൈപ്പണികളെയല്ല ആരാധിക്കുന്നത്, നമ്മെ കരം കൊണ്ട് മെനഞ്ഞ, നമുക്ക് വേണ്ടി കാൽവരിയിൽ അവന്റെ കൈകാലുകളിൽ ആണിയടിയേറ്റ, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ സൃഷ്ടിതാവാം ദൈവത്തെയാണ് പരിശുദ്ധാത്മാവിൽ നാം ആരാധിക്കുന്നത്. അതാണ് സത്യാരാധന. എന്നാൽ അതിന് വിരുദ്ധമായുള്ള ബോഷ്കിന്റെ ആരാധന, ദുർഭൂതങ്ങളെയും പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം എന്നിവ കൊണ്ടുള്ള പലതിനെയും ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ, ഇത് ഇന്ന് തുടങ്ങിയതല്ല. അത് നമുക്ക് കാണാൻ സാധിക്കുന്ന നെബൂഖദ്നേസറിന്റെ കാലത്തുണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് ദേവന്മാരെ ഉണ്ടാക്കിയിരുന്നത് പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ ഉണ്ടായിരുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 6 കാര്യങ്ങൾ കൊണ്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുമ്പ് എന്ന വസ്തു ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇരുമ്പിനെ ഒഴിവാക്കിയത് എന്നുള്ളത് ഒരു രഹസ്യമാണ്. അപ്പോൾ 6-ാം അധ്യായം ദാനിയേൽ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ 6 കൂട്ടം വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 5 തരം വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇരുമ്പിനെ ഒഴിവാക്കാൻ കാരണം എതിർ ക്രിസ്തു ആകുന്ന അവൻ റോമൻ സാമ്രാജ്യമാകുന്ന ഇരുമ്പ് പോലുള്ള ശക്തിയുള്ള രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായതുകൊണ്ടാണ്. അവൻ ദൈവമായിട്ട് അവൻ തന്നെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യരോട് പറയുന്നത് കൊണ്ടാണ് അന്ന് ഇരുമ്പിൻ്റെ ബിംബങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ഇരുമ്പൊഴികെ ശേഷമുള്ള 5 കൂട്ടം വസ്തുക്കളെ കൊണ്ടാണ് ബിംബങ്ങൾ ഉണ്ടാക്കുന്നത്, വിഗ്രഹം ഉണ്ടാക്കുന്നെങ്കിൽ റോമാ സാമ്രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ഇരുമ്പ് അന്ന് ആരാധനയ്ക്കുള്ള ബിംബങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ച എന്നുള്ള ഒരുവൻ എഴുന്നേറ്റ് തന്നെ താൻ ദൈവമായി ഉയർത്തുന്നത് കൊണ്ടാണ്. 4-ാമത്തെ സാമ്രാജ്യത്വമാകുന്ന റോമാ സാമ്രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അതിനെ എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, പരസ്യമായിട്ട് ആരാധിക്കുന്നു. രഹസ്യത്തിൽ അവരെ ബാക്കി ഈ പറയുന്ന 5 തരം വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൈവേലകളെ, കൈപ്പണികളെ ആരാധിക്കും, ദുർബോധങ്ങളെ ആരാധിക്കും. ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കാൻ ദുർബോധങ്ങളെയും ബിംബങ്ങളെ ആരാധിക്കുന്നവരുടെ സ്വഭാവം പൈശാചികവും മൃഗീയവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രീതിയിലേക്ക് ഇന്ന് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരിൽ ദൈവവിശ്വാസം അല്പമെങ്കിലും ഉള്ളത് കൊണ്ടാണ് ലോകം നിലനിന്ന് പോകുന്നത്. എന്നാൽ വരാൻ പോകുന്ന കാലത്തിലേക്ക് വരുമ്പോൾ, പൈശാചികവും മൃഗീയമായിരിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ, കൊലപാതകവും ക്ഷുദ്രവും ദുർനടപ്പും മോഷണവും വലുതായിക്കൊണ്ടിരിക്കും. അതെ, നമ്മളിത് കേൾക്കുമ്പോൾ പോലും പേടിയാകുന്ന പലതും ചെയ്യുവാൻ ഒരു മടിയും കൂടാതെ ഭൂതശക്തികളും അതെ പൈശാചിക ശക്തിയും മനുഷ്യനെ മൃഗമാക്കി മാറ്റിക്കളയുന്ന ഒരു കാലഘട്ടം മൃഗത്തിൻ്റെ ഭരണത്തിൽ വരും. ഇന്ന് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനാൽ സുവിശേഷമായി വ്യാപരിക്കുന്നത് കൊണ്ട് ലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല പരോക്ഷമായിട്ടുള്ള അതിൻ്റെ ഗുണം, പ്രിയപ്പെട്ടവരെ,
മറ്റു പലർക്കും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന പല സ്ഥലങ്ങളും ഈ ദിവസങ്ങളിൽ അവിടെ ജീവിക്കത്തക്കനുള്ള കാര്യങ്ങളായി മാറ്റിയെടുത്തത് സുവിശേഷത്തിൻ്റെ ചെന്നത് മുഖാന്തരമാണ്. ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദൈവത്തിൻ്റെ വചനം, വിശുദ്ധിയുടെ വചനം, സുവിശേഷ ജീവന്റെ വചനം, അത് മനുഷ്യനെ മനസ്സാക്ഷിയുള്ളവനാക്കി അവനെ കുഞ്ഞാടിൻ്റെ സ്വഭാവത്തിലേക്കും ദയയിലേക്കും പരോപകാരത്തിലും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ഭരണത്തിൽ മൃഗീയ വാസന വരുമ്പോൾ അത് അവരെ പൂർണ്ണമായിട്ടും മൃഗീയമായിരിക്കുന്ന ചിന്തകളിലേക്ക് പോയി സ്വയമായിട്ടുള്ള സന്തോഷത്തിലേക്കും സാധ്യതയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളത് കാണുമ്പോൾ അന്നത്തെ ലോകത്തിൽ കൊലപാതകം വർദ്ധിക്കും, ശുദ്ധപ്രയോഗങ്ങൾ വർദ്ധിക്കും, ദുർനടപ്പ്, മോഷണം എന്നിവകൾ മറ്റേത് കാലത്തേക്കാളും മുൻപന്തിൽ വരാൻ പോകുന്നതിൻ്റെ തുടക്കമാണ്, സൂചനകളായി നാം നൂറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു കാലത്തിലേക്ക് ലോകം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തെ വചനം പറയുകയാണ്, ആധുനികതയെന്ന മനുഷ്യർ കൊട്ടിഘോഷിക്കുമ്പോൾ ദുർബോധാരാധനയും വിഗ്രഹാരാധനയുമാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളും ശുദ്ധപ്രയോഗങ്ങൾ, ദുർനടപ്പ് എന്നിവകൾ സർവ്വസാധാരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുക. അത് വർദ്ധിച്ചു വരും. സാമൂഹിക തകർച്ചകൾ, അത്യാധുനിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മോഷണങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവകളോ പെരുകി അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുകയും ചെയ്യുന്ന കാലഘട്ടമായിരിക്കും എതിർക്രിസ്തുവിൻ്റെ ഭരണകാലം. ഇന്ന് അതിൻ്റെ പ്രകടമായ തെളിവുകൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നതിൻ്റെ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്തെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കഷ്ടം, ആറാമത്തെ കാഹളം ഊതുന്ന സന്ദർഭത്തിൽ അത് നിറവേറപ്പെടുന്നു. 9-13-21 വാക്കിൽ നിറവേറും. എങ്കിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമത്തെ കാഹളത്തിനുള്ള ബന്ധത്തിലാണ്. 11-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം അതിനോടുള്ള ബന്ധത്തിൽ ഈ 10-11 അധ്യായങ്ങളിൽ 10-ാം അധ്യായം മുതൽ അതിൻ്റെ 11-ാം അധ്യായത്തിലുള്ള 11-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 11-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. അപ്പോൾ 11-ാം അധ്യായത്തെക്കുറിച്ച് എൻ്റെ 1 മുതൽ 11 വരെയുള്ള 13 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ 14-ാം വാക്യത്തിൽ രണ്ടാമത്തെ കഷ്ടം കഴിയുമ്പോൾ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 വലിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഒരു ഇടവേളയായിട്ട് നമുക്കറിയാമല്ലോ, 6-ാമത്തെ മുദ്ര കഴിഞ്ഞ് 7-ാമത്തെ മുദ്ര വരുമ്പോഴുള്ള അരമണിക്കൂർ മൗനത പോലെ ഇവിടെ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-ാമത്തെ കാഹളം പോകുന്നതിന് മുമ്പായി 2 പ്രധാന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് 10-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ തന്നെ 3 കഷ്ടം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ദൂതൻ കാഹളം 3 സമയം രണ്ടാമത്തെ കഷ്ടം വരുന്നെങ്കിൽ 11-ാം അധ്യായത്തിൽ തുടർഭാഗമായിട്ടല്ല പഠിക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു 2 സാക്ഷിയുടെ ശുശ്രൂഷയുടെ പുനരുത്ഥാന ബന്ധത്തിൽ. അപ്പം നാം പഠിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ്. അപ്പോൾ 3-ാമത്തെ കഷ്ടം വരണമെങ്കിൽ 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3-ാമത്തെ കഷ്ടം വേഗം വരുന്നതെന്ന് പറയും. അപ്പോൾ അവിടെ ഈ 3-ാമത്തെ കഷ്ടം വരുന്നതിന് മുമ്പായി 2 വലിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നമ്മളെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം മുമ്പോട്ട് പോകുന്ന ക്രിസ്ത്യ ജീവിതം അതിൻ്റെ പവിത്രതയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മനസ്സാക്ഷിയുള്ളവരായി, മറ്റുള്ളവരെ സഹായിക്കുന്നവരായി, ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായി, ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവമുള്ളവരായി, അവൻ്റെ അതേ മനസ്സുള്ളവരായി നമുക്ക് ദിവസങ്ങൾ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും നമ്മുടെ മനസ്സാക്ഷി ദുർമനസാക്ഷിയായി തീരാതെ നമ്മുടെ ദുർമനസാക്ഷിയെ ശുദ്ധീകരിച്ച കുഞ്ഞാടിൻ്റെ വചനത്തിനായി, പുണ്യാഗ രക്തത്തിനായി നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ മനുഷ്യരാണ്, ലോകത്ത് ജീവിക്കുന്ന നന്നായി കഴിക്കപ്പെടുവാൻ രാത്രി സമർപ്പിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കലും ദുർമനസാക്ഷി വരാതെ, കർത്താവേ, മൃഗത്തിൻ്റെ സ്വഭാവം വരാതെ ഞങ്ങളെ അങ്ങയുടെ സ്വഭാവത്തിലേക്ക് നയിക്കണമേ. ആ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങളെ കൂട്ടവാസികളായി തീരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ദൈവങ്ങളെ ഏൽപ്പിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം പഠിക്കുന്നത് ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്, ഒരു മടങ്ങിവരവിന് വേണ്ടിയാണ്, സാധ്യതയ്ക്ക് വേണ്ടിയല്ല, സ്ഥാന മോഹ വരുമയ്ക്ക് വേണ്ടിയല്ല, ഇവിടെ നാം എന്തെങ്കിലും മാറ്റിത്തരാൻ വേണ്ടിയല്ല, നമ്മെ തന്നെ താഴ്ത്തുവാൻ വേണ്ടിയാണ്. രാത്രിയിൽ തന്നെത്താൻ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, അങ്ങയുടെ ആ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടവകാശിയാക്കി തീർക്കണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? രാത്രി ആ ക്രിസ്തുയേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോ ഇത് ക്രിസ്തുവിൻ്റെ കാലത്തിലുള്ള പോകുന്ന
മൃഗത്തിൻ്റെ സ്വഭാവം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുയേശുവിന് വേണ്ടി വേർതിരിയപ്പെട്ടവരായി അവൻ്റെ മനസ്സുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമുക്ക് തുണ നൽകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റി അവൻ്റെ സാക്ഷികളായി അവനെ അനുഗമിക്കുന്നതിനെ തിരുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വിരാമം വിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.